അവരെ വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, ഇവിടെ ഗൾഫിൽ പഠിക്കുമ്പോൾ +2 വരെ എൻ്റെ മോൻ ഗൾഫിലാണ് പഠിച്ചത്. ഇവിടെ പഠിക്കുന്ന സമയത്ത് അവൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു പോയിരുന്നത്, കൃത്യമായി പള്ളിയിൽ പോയിരുന്നു, കൃത്യമായി ഞങ്ങൾ അനുസരിച്ചിരുന്നു. ഇപ്പം അവൻ ഇന്ന എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ചേർന്നിട്ടുള്ളത്. അവൻ എന്ത് പഠിക്കാൻ വേണ്ടി? നീറ്റ് പഠിക്കാൻ വേണ്ടി. ഇപ്പം ഗ്യാങ്ങിൻ്റെ കൂടെ കൂടി, കുട്ടികളുടെ കൂടെ കൂടി അവൻ്റെ ജീവിതം അവൻ തുലച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി എല്ലാറ്റിലും A1 വാങ്ങിയ കുട്ടിയാണ്. CBSE സിലബസ് പ്രകാരം എല്ലാ സബ്ജക്റ്റിലും A1 വാങ്ങിയ അവൻ്റെ നാട്ടുകാരും അതേപോലെ അവിടുത്തെ പ്രദേശത്തുകാരും ആദരിച്ച കുട്ടിയാണ്. ആ കുട്ടി ഇന്ന എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം. അത് അവരുടെ പ്രശ്നമല്ല. അവൻ അവിടെ എത്തുന്നു, കുറേ ഗ്യാങ് ഉണ്ടാകുന്നു. ആ ഗ്യാങ്ങിൻ്റെ കൂടെ ഇതേപോലെ തന്നെ മോശമായ രീതിയിലേക്ക് അവൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഭാഗമായി നിന്നുകൊടുക്കണം. കുടുംബത്തിൻ്റെ അന്തരീക്ഷം മാറിയാലാണ് സമൂഹത്തിൻ്റെയും അതേപോലെ തന്നെ മഹലിൻ്റെയും അല്ലെങ്കിൽ മുസ്ലിം ജമാഅത്തിൻ്റെ അന്തരീക്ഷം മാറും. അപ്പം ഈ കുടുംബത്തിൻ്റെ അന്തരീക്ഷം എങ്ങനെയാണ് മാറുക? നിങ്ങളൊരു കഥ മുമ്പ് കേട്ടിട്ടുണ്ടാവും. ഒരു ചെറിയ കുട്ടി, ആ കുട്ടിയുടെ കയ്യിൽ ഒരു പിതാവ് ഒരു മാപ്പ് കൊടുക്കുകയാണ്, ഒരു വേൾഡ് മാപ്പ്. ലോകത്തിൻ്റെ മൊത്തത്തിൽ കോണ്ടിനെൻസും നേഷൻസുമൊക്കെയാണുള്ളത്. അപ്പോൾ അമേരിക്കയുണ്ട്, വടക്കേ അമേരിക്കയുണ്ട്, ഓസ്ട്രേലിയയുണ്ട്, യൂറോപ്പുണ്ട്, ആഫ്രിക്കയുണ്ട്, അതേപോലെ തന്നെ അന്റാർട്ടിക്കയുണ്ട്, ഏഷ്യയുണ്ട്. ഇങ്ങനെ 7 ഓസ്ട്രേലിയയുണ്ട്. അങ്ങനെ 7 വൻകരകൾ ഒന്നിച്ചിട്ടുള്ള ഭൂപടമാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ പിതാവ് കൊടുക്കുമ്പോൾ 7 വൻകരയിൽ നിറഞ്ഞു നിൽക്കുന്ന ഏകദേശം 200-ലേറെ രാജ്യങ്ങളെ ചിട്ടപ്പെടുത്താൻ അറിയുമോ എന്നതിലേക്ക് ആ മാപ്പ് ചീന്തിയിട്ടാണ് മകൻ്റെ കയ്യിലേക്ക് കൊടുത്തത്. അത് കഷ്ണങ്ങളാക്കിയിട്ട് കൊടുക്കുമ്പോൾ ഈ മകൻ അന്തിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ ആദ്യം ആഫ്രിക്കയെ ശരിപ്പെടുത്ത്. ആഫ്രിക്കയിൽ 53 രാജ്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ളൊരു കോണ്ടിനെൻ്റാണ് ആഫ്രിക്ക. അപ്പോൾ ഈ 53 രാജ്യങ്ങൾ, അതിൽ തന്നെ 52 നേഷൻസ് ആഫ്രിക്കൻ യൂണിയനിൽ ഉള്ള രാജ്യങ്ങളാണ്. ഈ 53 രാജ്യങ്ങൾ എങ്ങനെ ശരിപ്പെടുത്തും? അതിൻ്റെ ഇപ്പുറത്ത് ഏഷ്യ എങ്ങനെ ശരിപ്പെടുത്തും? അതിൻ്റെ അപ്പുറത്തുള്ള യൂറോപ്പ് എങ്ങനെ ശരിപ്പെടുത്തും? ഇങ്ങനെ ഒരുപാട് ചിന്തകളിലാണ് കുട്ടി. അപ്പോൾ പിതാവ് പറഞ്ഞു, നീ അത് ശരിപ്പെടുത്തിയേ പറ്റൂ. അങ്ങനെ കുട്ടി അതിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നെടുത്ത് നോക്കാൻ തുടങ്ങി. ചില ഭാഗത്ത് ഓസ്ട്രേലിയയുടെ കഷ്ണങ്ങളുണ്ട്, ചില ഭാഗത്ത് അമേരിക്കയുടെ കഷ്ണങ്ങളുണ്ട്. ഇങ്ങനെ നോക്കുന്നതിനിടക്ക് ഒരു ഭാഗത്ത് കണ്ണ് കണ്ടു, മറ്റൊരു ഭാഗത്ത് ചെവി കണ്ടു, പിന്നൊരു ഭാഗത്ത് തലയുടെ മുടി കണ്ടു. അപ്പോൾ ഈ കുട്ടിക്ക് തോന്നി, മറുപുറം ഏതോ ഒരു മനുഷ്യൻ്റെ ചിത്രമാണ്. ഒരു ഉദാഹരണം പറയാണ്. അങ്ങനെ ആ മനുഷ്യൻ്റെ ചിത്രം ശരിപ്പെടുത്താൻ വേണ്ടി ആ കുട്ടി തുനിയുകയും ഓരോ കഷ്ണങ്ങളെടുത്ത് മനുഷ്യനെ നിർമ്മിച്ചപ്പോൾ, മനുഷ്യൻ്റെ ഫോട്ടോയാണ് അപ്പുറത്തുള്ളത്, അതുകൊണ്ട് അതിൻ്റെ കഷ്ണങ്ങളെടുത്ത് എല്ലാ ഭാഗവും ചേർത്ത് വെച്ച്, കാരണം കുട്ടിക്കറിയാം എവിടെയാണ് ചെവി വരുന്നത്, എവിടെയാണ് കണ്ണ് വരുന്നത്, എവിടെയാണ് തല വരുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് മുടി വരുന്നത്, എവിടെയാണ് കഴുത്ത് വരുന്നത് എന്നൊക്കെ കുട്ടിക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളൊക്കെ ശരിപ്പെടുത്തി അങ്ങനെയെല്ലാം ടാപ്പിട്ട് ഒട്ടിച്ച് തിരിച്ചു വെച്ചപ്പോൾ ഗ്ലോബ് റെഡിയാണ്. ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. മനുഷ്യൻ ശരിയാകുമ്പോഴാണ് ലോകം ശരിയാകുന്നത്. അപ്പോൾ വ്യക്തിപരമായി കുടുംബം ശരിപ്പെടുത്തണമെന്ന് പറയുമ്പോൾ കുടുംബത്തിൻ്റെ അന്തരീക്ഷം എങ്ങനെ ശരിപ്പെടും? ഓരോ മനുഷ്യരും മാറുമ്പോഴാണ് ശരിപ്പെടുക. കുടുംബത്തിലെ ഓരോ ആൾക്കും ആ മാറ്റമുണ്ടാകണം, ഓരോ വ്യക്തിക്കും ആ മാറ്റമുണ്ടാകണം. പിതാവ് പിതാവിൻ്റെ ദൗത്യം നിർവഹിച്ചേ പോകണം, മാതാവ് മാതാവിൻ്റെ ദൗത്യം നിർവഹിച്ചേ പോകണം, മക്കൾ മക്കളുടേതായ ദൗത്യങ്ങൾ പൂർത്തീകരിക്കണം. അപ്പോഴാണ് സത്യത്തിൽ നമ്മുടെ കുടുംബം ശരിപ്പെടുന്നത്. അല്ലാതെ കുടുംബം ശരിപ്പെടാൻ ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല, ആ കുടുംബത്തിലെ മൊത്തം അംഗങ്ങളും വിചാരിക്കണം. ഇപ്പോൾ വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞ സമയമാണ്. ഞാൻ കളിയെ പ്രൊമോട്ട് ചെയ്യല്ല, അതിനെ പുകഴ്ത്തിയോ ഇകഴ്ത്തിയോ പറയുകയല്ല. ഞാൻ വിവാദങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. പക്ഷേ എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് 11 പേരും ഒരേപോലെ ശ്രമിച്ചാലേ ഒരു ടീം കപ്പ് വാങ്ങിക്കുക.
അതിലേതെങ്കിലും ഒരു കളിക്കാരൻ മാസ്മരികമായി എന്നതുകൊണ്ട് ആ ടീം കളിയിൽ ടോപ്പ് റേഞ്ചിലേക്ക് എത്തണമെന്നില്ല. അപ്പോൾ കുടുംബത്തിലൊരു ടീം സ്പിരിറ്റ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാകണം. ആ ടീം സ്പിരിറ്റാണ് സത്യത്തിൽ കുടുംബത്തിൻ്റെ അന്തരീക്ഷം ശരിപ്പെടുക. അപ്പോൾ കുടുംബത്തിന് ഒരു ക്യാപ്റ്റൻ ഉണ്ടാകണം. ആ ക്യാപ്റ്റന് വേണമെങ്കിൽ നമുക്ക് പിതാവെന്നോ മാതാവെന്നോ, ചില കുടുംബത്തിൽ മാതാക്കളാകാം, ചില കുടുംബത്തിൽ പിതാക്കളാകാം, എല്ലായിടത്തും ചിലപ്പോൾ പിതാവ് ഉണ്ടാകണമെന്നില്ല. ഏതായിരുന്നാലും ആരെങ്കിലും ഒരാൾ ലീഡ് ചെയ്യണം. ആ ആളുടെ കാഴ്ചപ്പാടിലൂടെ കൊണ്ടുപോകണം. അയാൾക്ക്, ആ വ്യക്തിക്ക് സ്വന്തമായ കാഴ്ചപ്പാടല്ല ഉണ്ടാകേണ്ടത്. കാലങ്ങളായി നമ്മൾ അനുവർത്തിച്ചു പോരുന്ന കാഴ്ചപ്പാടിനെ കൊളുത്തിയെടുക്കണം. ദീനെന്ന് പറഞ്ഞാൽ ഒപ്പീനിയനല്ല. ദീനെന്ന് പറഞ്ഞാൽ അതൊരു ബിലീഫ് സിസ്റ്റമാണ്. വിശ്വാസം വിശ്വാസമാണ്, അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളാണ്. ഈ ലോകത്തിൽ ദീന്, മതങ്ങൾ, ഇസങ്ങൾ, ഇങ്ങനെ 3 കാറ്റഗറിയാണുള്ളത്. ദീനൊന്നേ ഉള്ളൂ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ ദീനെന്ന് പറഞ്ഞാൽ അതൊരു വിശാല കാഴ്ചപ്പാടാണ്. അതിൽ മനുഷ്യൻ്റെ, അതേപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ, സമൂഹത്തിൻ്റെ എല്ലാ വിധാനങ്ങളും വരുന്നു. അതിൽ ഈമാനിയാത്തുണ്ട്, ഇബാദാത്തുണ്ട്, മുആമലാത്തുണ്ട്, മുആശറാത്തുണ്ട്, അഖ്ലാഖുണ്ട്. അങ്ങനെ മനുഷ്യൻ്റെ വിശ്വാസപരമായ, കർമ്മപരമായ, സാമ്പത്തികപരമായ, സാമൂഹികപരമായ സ്വഭാവരംഗങ്ങളിൽ പാലിക്കേണ്ടുന്ന എല്ലാ ഭാഗങ്ങളും നിറഞ്ഞു വരുന്നത് കൊണ്ടാണ് അതിന് ദീൻ എന്ന് പറയുന്നത്. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ് ആ മലയാള പദത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, വ്യത്യസ്തമായ മതങ്ങൾ ഈ ലോകത്തിലുണ്ട്. അതിൽ നമ്മളൊക്കെ ഇവിടെ, ഇത് കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിശ്വസിച്ചു പോരുന്ന ക്രിസ്ത്യൻ സമൂഹമുണ്ട്, മതക്കാരുണ്ട്. ഇതേപോലെ തന്നെ ജൂതമതക്കാരുണ്ട്. ഇങ്ങനെ ഒരുപാട് മതക്കാരുണ്ട്. ഗുരുനാനക്കിൻ്റെ സിഖ് മതമുണ്ട്, അതേപോലെ തന്നെ ശ്രീബുദ്ധൻ്റെ ബുദ്ധമതമുണ്ട്. എങ്കിൽ പിന്നെ പ്രപന്ന പാരിജാത വധോത്രദേശങ്ക പാണേജ്ഞാന മുദ്രായ കൃഷ്ണായ ഗീതാമൃത ഗുഹേ നമ എന്ന് ഗീതയിലൂടെ നാം പഠിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ അടങ്ങുന്ന ഹിന്ദുമതമുണ്ട്. പിന്നെ ശ്രീബുദ്ധൻ്റെ ബുദ്ധമതമുണ്ട്. കൺഫ്യൂഷൻ്റെ കൺഫ്യൂഷാനിസമുണ്ട്. നെഗോറിസയുടെ നെഗോറിസമുണ്ട്. ഇതേപോലെ തന്നെ ഗാന്ധിജിയുടെ ഗാന്ധിസമുണ്ട്. മറ്റു ചിലരുടെ നാസിസമുണ്ട്, മറ്റു ചിലരുടെ ഫാസിസമുണ്ട്. ചില ആളുകളുടെ ബുദ്ധിസം, അത് ബുദ്ധമതത്തിൽ വരുന്നുവെങ്കിലും ബുദ്ധിസമുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ഇസങ്ങളും ഈ ലോകത്തിലുണ്ട്. കമ്മ്യൂണിസമുണ്ട്, മാർക്സിസമുണ്ട്, സോഷ്യലിസമുണ്ട്. ഇങ്ങനെ ഒരുപാട് ഇസങ്ങളാണ് ഈ ലോകത്തിലുള്ളത്. അപ്പോൾ ദീനൊന്ന് അവിടെ നിൽക്കുന്നു, നമ്മളൊക്കെ വിശ്വസിക്കുന്ന ദീൻ. പിന്നെ മതങ്ങൾ നിൽക്കുന്നു, പിന്നെ ഇസങ്ങൾ നിൽക്കുന്നു. അപ്പോൾ മതങ്ങളെ നമുക്ക് വിടാം. കാരണം മതങ്ങളെക്കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല. അത് ചിലത് പറയുമ്പോൾ ചിലർക്ക് വേദനിക്കും, ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് നമുക്ക് അതിനെ അങ്ങനെ തന്നെ വിടാം. പലർക്കും പല വിശ്വാസങ്ങളാണ്. പക്ഷെ ഇസങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് ഇസങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. നേരത്തെ പറഞ്ഞ ഈ പറയുന്ന ഗാന്ധിസമാകട്ടെ, നെഗോറിസമാകട്ടെ, കൺഫ്യൂഷാനിസമാകട്ടെ, ഇസങ്ങളാണ് കൂടുതലുള്ളത്. ഈ ഇസങ്ങളൊക്കെയും ചില മതങ്ങളെയും ഇസങ്ങളായി പെടുത്താറുണ്ട്. അതിലാണ് സിഖിസം, ബുദ്ധിസം ഒക്കെ വരുന്നത്. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളാണ് സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ലിറ്ററേച്ചർ അനുസരിച്ചാണ് പോകുന്നതെങ്കിൽ, സാഹിത്യവുമായി ബന്ധപ്പെട്ടൊരു കുടുംബമാണെങ്കിൽ, വേൾഡ് ലിറ്ററേച്ചറിൽ ഇന്നും പരിഗണിക്കപ്പെടുന്ന 1ാം സ്ഥാനത്ത് നിൽക്കുന്ന മോഡേൺ ഹിസ്റ്ററി വന്നതിന് ശേഷം നമ്മൾ പരിഗണിക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അറബിക് ലിറ്ററേച്ചറുണ്ട്, സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറുണ്ട്, ഒരുപാട് സാഹിത്യങ്ങളുണ്ട്. പക്ഷെ ആഗോള തലത്തിൽ ഇന്ന് കൂടുതൽ വ്യാപിച്ചു കിടക്കുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഓരോ ആളുകൾക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഷേക്സ്പിയറാണ് അതിലെ തലതൊട്ടപ്പനായി നിൽക്കുന്നത്. അപ്പോൾ വില്യം ഷേക്സ്പിയറിൻ്റെ അദ്ദേഹത്തിൻ്റെ ചിന്താധാര അത് പല രീതിയിലാണ്. അദ്ദേഹം 4 രീതിയിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് വിവക്ഷ. അതിൽ കോമഡിയുണ്ട്, ട്രാജഡിയുണ്ട്, ട്രാജിക് കോമഡിയുണ്ട്, കോമിക് ട്രാജഡിയുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ ഗ്രന്ഥങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായമാണ് ഷേക്സ്പിയറിന് തന്നെ പറയാനുള്ളത്. ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ലോകത്തിൻ്റെ കിടപ്പും കാര്യങ്ങളും.
ഒരു കുടുംബം എന്തൊക്കെ ചർച്ച ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മൾ സ്കൂളിലേക്ക് കോളേജിലേക്ക് പറഞ്ഞയച്ചാൽ കൂടുതൽ അവർ ലിറ്ററേച്ചറിൻ്റെ ഭാഗമാണ് പഠിക്കുക. ഇംഗ്ലീഷിലൊക്കെ അവർക്ക് പ്രോസ് ഉണ്ടാകും, പോയട്രി ഉണ്ടാകും, അതേപോലെ തന്നെ ഗ്രാമർ ഉണ്ടാകും. ഇതൊക്കെ പഠിക്കാനുണ്ട്. ഷേക്സ്പിയറിൻ്റെ അഭിപ്രായം ട്രാജഡിയിലൊന്നാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കും. അപ്പോൾ നമ്മൾ സാഹിത്യത്തിനനുസരിച്ച് നമ്മുടെ കുടുംബത്തെ കൊണ്ടുപോയാൽ വ്യത്യസ്ത അഭിപ്രായങ്ങളിലൂടെ നമ്മുടെ കുടുംബത്തെ തന്നെ കൊണ്ടുപോകേണ്ടി വരും. ഷേക്സ്പിയർ ഉദാഹരണത്തിന് അദ്ദേഹം എഴുതിയിട്ടുള്ള സുന്ദരമായൊരു ഡ്രാമയാണ്, ഒരു നാടകമാണ്, ട്രാജഡിയാണ്, ജൂലിയസ് സീസർ. ആ ജൂലിയസ് സീസർ അവസാനത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വല്ലാണ്ട് സ്നേഹിക്കാൻ തോന്നുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടുക ഒരു ചരിത്ര പുരുഷനെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് നമുക്കൊക്കെ അറിയാം. അതാരാണ്? മാർക്ക് ആന്റണിയാണ്. മാർക്ക് ആന്റണി എന്ന് പറയുന്ന മനുഷ്യനെ ഐതിഹാസികമായി വളർത്തുകയും ഉയർത്തുകയും അതോടൊപ്പം മാർക്ക് ആന്റണി എന്ന് പറയുന്ന മനുഷ്യനാണ് ഏറ്റവും വലുതെന്ന് നല്ല രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്യുന്നു. ഏതിൽ? നമ്മൾ ഈ പറയുന്ന ഗ്രന്ഥത്തിൽ. ഏത് ഗ്രന്ഥത്തിൽ? ഈ പറയുന്ന ജൂലിയസ് സീസറിൽ. എന്നാൽ അതിന് തൊട്ട് ശേഷം എഴുതിയിട്ടുള്ള മറ്റൊരു ചരിത്ര വ്യാഖ്യാനമാണ് ക്ലിയോപാട്ര. ഇതൊക്കെ വായിച്ചവർ ഈ കൂട്ടത്തിലുണ്ടാകും. അപ്പൊ ക്ലിയോപാട്ര എന്ന് പറയുമ്പോൾ, ക്ലിയോപാട്ര എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ ഒരു രാജ്ഞിയെ, ഒരു റാണിയെ അല്ലെങ്കിൽ രാജകുമാരിയെ സ്നേഹിക്കുന്ന ഒരു മാർക്ക് ആന്റണിയെ ആണ് നമ്മൾ അതിൽ കാണുന്നത്. അപ്പോൾ മാർക്ക് ആന്റണി രണ്ടാം ഘട്ടത്തിൽ നമുക്ക് അത്രമാത്രം ഉയരത്തിലല്ല കാണുക. ഒന്നും കൂടി വിശദീകരിച്ചു പറഞ്ഞാൽ അഭിപ്രായങ്ങളെ കുറിച്ചാണ്. അപ്പൊ ഷേക്സ്പിയറിന് തന്നെ രണ്ട് അഭിപ്രായമുണ്ട്. മാർക്ക് ആന്റണി ജൂലിയസ് സീസർ നമ്പർ 1 ആണ്. എന്നാൽ ക്ലിയോപാട്രയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇതേ മാർക്ക് ആന്റണി ആത്മഹത്യ ചെയ്യുന്നുണ്ട് ക്ലിയോപാട്ര എന്ന് പറയുന്ന നോവലിൽ. സത്യത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്ത ആളുമാണ്. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ തന്നെ നമ്മൾ വായിക്കുമ്പോൾ ഷേക്സ്പിയറിൻ്റെ കൃതികളിൽ ഒരു ഭാഗത്ത് ഉയർത്തി കാണിക്കുന്നു, മറ്റൊരു ഭാഗത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് കാണിക്കുന്നു. ക്ലിയോപാട്രയും ആത്മഹത്യ ചെയ്യുന്നു, ജൂലിയസ് സീസറും മാർക്ക് ആന്റണിയും ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആവും. ഷേക്സ്പിയറിൻ്റെ ഏത് അഭിപ്രായമാണ് നമ്മൾ എടുക്കേണ്ടത്? ഒരു ഭാഗത്ത് മാർക്ക് ആന്റണി ടോപ്പാണ്, മറ്റൊരു ഭാഗത്ത് മാർക്ക് ആന്റണി നല്ലതല്ല എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. അപ്പൊ ഷേക്സ്പിയറിന്റെ അഭിപ്രായമല്ല ആർക്കുണ്ടാവുക? ലിയോ ടോൾസ്റ്റോയ്ക്കുണ്ടാവുക, കീറ്റ്സിനുണ്ടാവുക, ഷെല്ലിക്കുണ്ടാവുക, ഗെഥയ്ക്കുണ്ടാവുക. ഇതേപോലെ തന്നെ ആ അഭിപ്രായമല്ല ദസ്തേവ്സ്കിക്കുണ്ടാവുക. അപ്പൊ വ്യത്യസ്തമായ ലിറ്ററേച്ചറിലൂടെ കടന്നു പോകുമ്പോൾ ഏതിലാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നൊരു വല്ലാത്തൊരു ആശങ്കയിലേക്ക് നമ്മൾ മാറും. ആ ആശങ്കയിലേക്കാണ് നമ്മൾ എത്തുക. അപ്പൊ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് കൃത്യമായൊരു ബോധം തരാൻ പ്രയാസമാണ്. കാരണം എന്തുകൊണ്ടാണ്? വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ആ അഭിപ്രായം എക്സ്ട്രീം അഭിപ്രായമായിരിക്കും. അപ്പൊ ദസ്തേവ്സ്കി എന്ന് പറയുന്ന ആള് ഒരുപക്ഷെ എഴുത്തിന്റെ തീരാ ദുഃഖത്തിലേക്ക് കടന്നുപോയി അവസാനം ജീവിതം തന്നെ താളം തെറ്റി അദ്ദേഹത്തെ പിന്നെ തിരിച്ചു കൊണ്ടുവരുന്നത് അന്ന എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. അപ്പൊ അന്ന എന്ന് പറയുന്ന പെൺകുട്ടി ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ദസ്തേവ്സ്കി തിരിച്ചു വരില്ലായിരുന്നു എന്നാണ് ചരിത്രം. ഞാൻ ലിറ്ററേച്ചറിൻ്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നതല്ല. ഇതെന്താ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ചിലപ്പോൾ ദീനിൻ്റെ ദായികളായ ആളുകൾക്കൊക്കെ തോന്നും. ഞാൻ ലിറ്ററേച്ചറിലൂടെ, ഇപ്പോൾ സാഹിത്യം പഠിച്ചിട്ട് കുട്ടികൾ സാഹിത്യ നിർമ്മിതിയിലൂടെ കുടുംബം കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് അവർക്ക് പറയാനുള്ളത്. ഓരോ ഹിസ്റ്റോറിയൻസിനും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, ഓരോ സോഷ്യോളജിസ്റ്റുകൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, ഓരോ സൈക്കോളജിസ്റ്റുകൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന ആളുടെ, അദ്ദേഹമാണ് ഫാദർ ഓഫ് സൈക്കോളജി എന്നറിയപ്പെടുക. അതിനു മുമ്പ് സൈക്കോളജി ഉണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാകില്ല ഫാദർ അബ്ബാഫരിയക്കുള്ളത്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാകില്ല അഡ്ലറിനുള്ളത്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാകില്ല കാൾ ഗുസ്താഫ് യുങ്ങിനുണ്ടാകുന്നത്. അപ്പോൾ ഈ വ്യത്യസ്തമായ ആളുകൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ട് ആരുടെ അഭിപ്രായത്തിലൂടെയാണ് നമ്മൾ പോകേണ്ടത്, നമ്മുടെ കുടുംബം പോകേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് ഒരൊറ്റ അഭിപ്രായത്തിൽ ലോക തുടക്കം മുതൽ അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഒരേ ഒരു അഭിപ്രായം നിലനിൽക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത്. ആ അഭിപ്രായത്തിൻ്റെ പേരാണ് ദീൻ. എന്ന് വെച്ചാൽ വ്യത്യസ്തമായ രംഗങ്ങളിലൂടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെല്ലാം ഉണ്ടെങ്കിലും ലോകത്തിന് ഒരൊറ്റ ക്രമമേ ഉള്ളൂ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മാത്രമാണ്. പിന്നെ അതത് കാലഘട്ടത്തിൽ വന്ന പ്രവാചകന്മാരുമാണ്. അതിൽ അവസാനത്തെ റസൂലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും പറഞ്ഞത് ഒരേ അഭിപ്രായമാണ്. അഭിപ്രായങ്ങൾക്ക് വ്യത്യാസമേ ഇല്ല. അള്ളാഹു ഒരുവനാണ് എന്നാണ് ഈ കാലം ഇത്രയും പ്രവാചകന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഏകമായ ഒരു തന്തുവിൽ നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കണമെങ്കിൽ കൃത്യമായും അഭിപ്രായം എന്നത് ബിലീഫ് സിസ്റ്റമായി മാറണം. ബിലീഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ പ്രമാണമായി മാറണം.
അപ്പൊ ഈ ലോകത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. ആ അഭിപ്രായങ്ങളെല്ലാം മാറി മാറിയേ വരും. ഉദാഹരണത്തിന് കാൾ മാർക്സിന്റെ അതേ അഭിപ്രായമാകണം എന്നില്ല എംഗൽസിന്റെ അഭിപ്രായം, അദ്ദേഹത്തിന്റെ അതേ അഭിപ്രായമാകണം എന്നില്ല ലെനിന്റെ അഭിപ്രായം, അദ്ദേഹത്തിന്റെ അതേ അഭിപ്രായമാകണമെന്നില്ല ഈ പറയുന്ന അന്നാ കെർനിനെയും വർ ആൻഡ് പീസും എഴുതിയിട്ടുള്ള പ്രിയപ്പെട്ട ടോൾസ്റ്റോയുടെ അഭിപ്രായം. ഇതൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, ഒരേ ധാരയിൽ പോകുന്നവരുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അഭിപ്രായങ്ങൾക്കനുസരിച്ചല്ല നമ്മൾ ജീവിക്കേണ്ടത്, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ചാണ്. കോളേജിൽ നമ്മൾ പോകുമ്പോൾ ഒരേ ക്ലാസ്സിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഞാനും കോളേജിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളൊരു എളിയ പ്രതിനിധിയാണ്. അപ്പോൾ ഒരു പീരീഡിൽ ഒരു സാറ് വരും, അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ് പറഞ്ഞേച്ചു പോകും. അത് ചിലപ്പോൾ സോഷ്യോളജി ആണെങ്കിൽ അഗസ്റ്റിക് ഹോംറ്റയുടെ കഥകൾ പറഞ്ഞിട്ട് പോകും. ഹിസ്റ്ററിയാണ് പഠിപ്പിച്ചതെങ്കിൽ ഹിസ്റ്ററി, അതിൽ ആൻഷ്യൻ്റ് മിഡീവൽ മോഡേൺ ഹിസ്റ്ററിയെക്കുറിച്ച് പറഞ്ഞിട്ട് പോകും. അപ്പുറത്തേക്ക് പോകുമ്പോൾ ലിറ്ററേച്ചറിനെ കുറിച്ച് പറഞ്ഞിട്ട് പോകും. ഇവിടെ പോകുമ്പോൾ അറബിക്കിനെ കുറിച്ച് പറഞ്ഞിട്ട് പോകും, ലിറ്ററേച്ചറിനെ കുറിച്ച് പറഞ്ഞിട്ട് പോകും. ഇതൊക്കെയും അഭിപ്രായങ്ങളാണ്. ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ വിശ്വാസ പ്രമാണം ഒന്നേ ഉള്ളൂ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്. ആ അഭിപ്രായങ്ങൾ മാറ്റപ്പെട്ടതല്ല, തിരുത്തപ്പെട്ടതല്ല. അത് ലോകത്തിന്റെ തുടക്കം മുതൽ, പ്രാരംഭം മുതൽ ഒടുക്കം വരേക്കും പോകേണ്ടുന്ന ഒരു തിയോളജിയാണ്, ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ ഊന്നിയിട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ നമ്മുടെ കുടുംബത്തെ വാർത്തെടുക്കുമ്പോൾ ആ കുടുംബം എങ്ങനെയാകണമെന്ന കൃത്യമായൊരു ദിശാബോധം നമുക്കുണ്ടാകണം. നമുക്ക് കൃത്യമായൊരു നമുക്കൊരു കാഴ്ചപ്പാടൊരു വിഷൻ ഉണ്ടാകണം. കുടുംബത്തെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഡോക്ടറാകാം, എഞ്ചിനീയറാകാം, വ്യത്യസ്ത തുറമുഖങ്ങളിലുള്ളവരാകാം, വ്യത്യസ്ത സബ്ജക്റ്റുകൾ പഠിച്ചവരാകാം. പലർക്കും പല അഭിപ്രായങ്ങളാണ്. ഇപ്പോൾ അലോപ്പതിയുടെ അഭിപ്രായമല്ല ആയുർവേദത്തിന് പറയാനുള്ളത്, ആയുർവേദത്തിൻ്റെ അഭിപ്രായമല്ല ഹോമിയോക്ക് പറയാനുള്ളത്, അതിൻ്റെ അഭിപ്രായമല്ല നാച്ചുറോപ്പതിക്ക് പറയാനുള്ളത്, അതിൻ്റെ അഭിപ്രായമല്ല ഓർത്തോപ്പതിക്ക് പറയാനുള്ളത്, വ്യത്യസ്തമായ അതിൻ്റെ ഒന്നും അഭിപ്രായമല്ല യുനാനിക്ക് പറയാനുള്ളത്. വ്യത്യസ്ത മേഖലകളാണ്. അപ്പോൾ ചിലപ്പോൾ അതിരാവിലെ വെള്ളം കുടിക്കണമെന്ന് അലോപ്പതി പറയും, അതിരാവിലെ വെള്ളം കുടിക്കേണ്ടതില്ല എന്ന് മറ്റൊരു മെഡിസിൻ പറയും. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ട്? അപ്പൊ നമ്മൾ ഏത് സ്വീകരിക്കും? ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ നമ്മൾ ഏത് സ്വീകരിക്കും? അലോപ്പതി നമ്മളോട് പറയാണ് ടൈമിന് നിങ്ങൾ ഫുഡ് കഴിക്കണം. അപ്പൊ നമ്മൾ ടൈമിലി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ആയുർവേദം വന്നിട്ട് പറയാണ് വിശക്കുമ്പോൾ മാത്രമേ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ. അത് അവരുടെ തിയോളജിയാണ്, അവരുടെ വിശ്വാസം അങ്ങനെയാണ്. എന്നാൽ നാച്ചുറോപ്പതി പറയും എന്ത്? നിങ്ങൾ ഏകദേശം ഒരു 14 മണിക്കൂർ നോമ്പെടുക്കണം. പ്രകൃതിവാദം അങ്ങനെയാണ്, ഏകദേശം അതിൻ്റെ രൂപം അങ്ങനെയാണ്. ഉദാഹരണത്തിന് രാത്രി സമയങ്ങളിൽ നിങ്ങൾ ഫുഡ് കഴിക്കരുത്. ഏകദേശം ഒരു 6 മണിക്ക് 6 o'clock നിങ്ങൾ കഴിക്കണം. പിന്നെ പിറ്റത്തെ ദിവസം ഒരു 8 o'clock മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. അതിൻ്റെ ഇടയിൽ വെള്ളമില്ലാതെ ഒന്നും കുടിക്കരുത്. അങ്ങനെയുമുണ്ട് ഈ ലോകത്തിൽ കുറെ വിശ്വാസങ്ങൾ. ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മൾ ഏതെടുക്കും? ചില ആളുകൾക്ക് ഇഷ്ടം ആയുർവേദമായിരിക്കാം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിഷ്ടം ആയുർവേദമാണ്. ഞാൻ ഇംഗ്ലീഷ് മെഡിസിൻസ് അങ്ങനെ കഴിക്കാത്ത ഒരാളാണ്. അള്ളാഹു അത് കഴിപ്പിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥന, എല്ലാവരുടെയും പ്രാർത്ഥന. ആയുർവേദം കഴിക്കേണ്ട ഒന്നും കഴിക്കാതെ തന്നെ പോവാന്നുള്ളതാണ്. ഇപ്പം എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ കോട്ടക്കൽ ആയുർവേദശാല ലോകത്തിൽ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ടതുകൊണ്ട് എന്ത് വന്നാലും നമ്മൾ അതിലേക്ക് പോകാറുള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്കിഷ്ടം ചിലപ്പോൾ ആയുർവേദമാകാം, അത് തന്നെ ആകണമെന്നില്ല പലർക്കും ഇഷ്ടം. അപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളിലൂടെ പോകേണ്ടി വരും. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ ഈ ലോകത്തിലുണ്ടെങ്കിലും ഒരു മനുഷ്യന് കൃത്യമായി എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തുടങ്ങിയതല്ല, അവിടെ ഒടുങ്ങിയതാണ്. അതിനു മുമ്പേ മാനവരാശിക്ക് വേണ്ടി പ്രവാചകന്മാർ പറഞ്ഞുകൊണ്ടേയിരുന്നതാണ്, പ്രവാചകന്മാരെ കൊണ്ട് അള്ളാഹു പറയിപ്പിച്ചതുമാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളുടെ അഭിപ്രായങ്ങൾക്കും അപ്പുറം അള്ളാഹുവിൻ്റെ സൃഷ്ടിച്ച തമ്പുരാന്റെ രീതി എങ്ങനെയാണ് എന്ന് പഠിക്കലാണ്. ഈ ഫാന്, അതിപ്പോൾ ഉദാഹരണത്തിന് കെയ്ത്താൻ്റെ ഫാനോ അല്ലെങ്കിൽ ഏതിൻ്റെ ഫാനോ ആണെങ്കിൽ അതിനൊരു പ്രത്യേക രീതി, എത്ര മണിക്കൂർ അത് കറങ്ങും, എത്ര കാലം കറങ്ങും, എങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ, എങ്ങനെയാണത്, അത് കമ്പനി തീരുമാനിക്കേണ്ടതാണ്. ഇവിടെ കാണുന്ന സ്വിച്ച് അത് ഏതെങ്കിലും ഒന്നിൻ്റെതാണെങ്കിൽ, ഇപ്പോൾ ഹാവൽസിൻ്റെതാണെങ്കിൽ അത് ആ കമ്പനി തീരുമാനിക്കേണ്ടത് അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ്. ഇതേപോലെ നമ്മളെ സൃഷ്ടിച്ച തമ്പുരാനാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് പോകേണ്ടത് എന്ന്, നമ്മൾ ഏത് രൂപത്തിലാണ് ആകേണ്ടതെന്ന്. അതുകൊണ്ട് അഭിപ്രായം എന്നതിനേക്കാൾ അപ്പുറം, അപ്പം നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുക ഒരുപക്ഷെ സൈക്കോളജിയുടെ അഭിപ്രായമാകാം, കാരണം ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലക്ക്. അപ്പം സൈക്കോളജിക്ക് തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പറയാനുള്ളത് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം. ആ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം.
പക്ഷെ നമ്മുടെ ബിലീഫ് സിസ്റ്റം, നമ്മുടെ വിശ്വാസം അത് അള്ളാഹുവിൽ ഊട്ടപ്പെട്ടതായിരിക്കണം എന്നതാണ്. അത് വെച്ച് നമുക്ക് തുടങ്ങാം. നമ്മൾ അങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഉദാഹരണത്തിന് നമ്മുടെ കയ്യിലൊക്കെ മൊബൈലുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട്, അത് വെച്ചിട്ട് ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരും അടിമകളാണ്, സ്ലേവ്സ് എന്നാണ് പറയുന്നത്. ഏതൊക്കെ രീതിയിലുള്ള അടിമകളാണ് നമ്മൾ? ഏതൊക്കെ രീതിയിൽ അടിമ? ചില ആളുകൾ മൊബൈൽ അഡിക്ഷൻ ഉള്ളവരാണ്. അതാണ് ഈ അടിമ എന്ന് പറഞ്ഞാൽ. മൊബൈൽ ഇല്ലെങ്കിൽ അവന് ജീവിക്കാൻ കഴിയില്ല. പണ്ടൊക്കെ മാംസ ബുക്ക്, മിശ്ര ബുക്ക്, സസ്യ ബുക്ക് എന്നൊക്കെ പറഞ്ഞിരുന്നത് ഇപ്പൊ എന്തായി? അത് സസ്യ ബുക്ക്, മിശ്ര ബുക്ക്, മാംസ ബുക്ക് എന്നത് ഒരു ബുക്കും കൂടി വരാൻ പോവാണെന്നാണ്. അങ്ങനെ വരില്ല, ഒരു തമാശ രൂപത്തിൽ പറയാണ്. അത് ടെക് ബുക്കാണ്. ടെക്നോളജി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു ജനത, അതാണ് ടെക് ബുക്ക്. അഥവാ നമ്മളൊരു 5 മിനിറ്റ് ജസ്റ്റ് മൊബൈൽ ഒരു ഭാഗത്ത് വെച്ചാൽ 5 പ്രാവശ്യം അതിലേക്ക് കൈ ഇങ്ങനെ പോകുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നതാണ്. മൊബൈലിന് 5 മിനിറ്റ് പോലും മാറ്റിവെക്കാൻ പറ്റാത്ത ആളുകളായി നമ്മൾ മാറുന്നു. അപ്പൊ അതിൻ്റെ അർത്ഥം നമുക്ക് മൊബൈൽ അഡിക്ഷൻ ഉണ്ട്. ഇതേപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റ് പല അഡിക്ഷനിലേക്ക് പോകുന്ന ആളുകളുണ്ട്. ചിലർ ഡ്രഗ്സിന് അഡിക്റ്റ് ആകുന്നു, ചിലർ ചിലപ്പോൾ ആൽക്കഹോളിന് മാത്രം അഡിക്റ്റ് ആകുന്നു, ചിലർ സ്മോക്കിങ്ങിന് അഡിക്റ്റ് ആകുന്നു, ചില ആളുകൾ അധികാരത്തിൻ്റെ അഡിക്റ്റ് ആകുന്നു, ചില ആളുകൾ സമ്പത്തിൻ്റെ അഡിക്റ്റ് ആകുന്നു, ചില ആളുകൾ പ്രതാപത്തിൻ്റെ അഡിക്റ്റ് ആകുന്നു, ചില ആളുകൾ വലിയ വലിയ അറിവിൻ്റെ അഡിക്ഷൻ വരുന്നു. അങ്ങനെയുണ്ട്. വായിച്ചത് പിന്നെയും വായിച്ച് അറിവിൻ്റെ അടിമയായി മാറുന്നു. ഇതൊക്കെ അടിമത്വം തന്നെയാണ്. അപ്പൊ പിന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണ്? ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാന്റെ അടിമയാകലാണ് ഏറ്റവും ഉത്തമം. കേവലം മൊബൈലിന്റെ അഡിക്ഷൻ ആകുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എത്തീസത്തിന്റെ അഡിക്ഷൻ ആകുന്നതിനേക്കാൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചിന്താഗതിയുടെ അഡിക്ഷൻ വരുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഏതാണ്? അള്ളാഹുവിന്റെ അടിമയായി മാറലാണ്. കാരണം അതൊന്നും കൂടി ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും ഉയരത്തിലുള്ള ഒരു അടിമത്വമാണ്. അപ്പൊ ഈ ലോകത്തിൽ ഇസ്ലാം ചർച്ച ചെയ്യുന്ന അടിമത്തം അത് ഏറ്റവും ഉന്നതമായ അടിമത്തമാണ്. വേറെ അടിമത്തത്തെ പോലെ ചെറിയ ചെറിയ അടിമത്വങ്ങളല്ല നമ്മൾ പറയുന്നത്. അള്ളാഹുവിന്റെ അടിമയായി തീരുക എന്നത്. അള്ളാഹുവിന്റെ അടിമയായി തീരുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതവും നമ്മുടെ കുടുംബ ജീവിതവും അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യലാണ്, അതിനനുസരിച്ച് ഡിഫൈൻ ചെയ്യലാണ് നമ്മുടെ ജോലി. അപ്പൊ എന്താണ് അള്ളാഹു അതിനെക്കുറിച്ച് പറഞ്ഞത്? എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത്? ആധുനിക കാലഘട്ടത്തെ വായിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യേണ്ടത്? ദീന് കൈകാര്യം ചെയ്യാൻ ഉലമാക്കൾ ഇരിക്കുന്നുണ്ട്, അവരോട് ചോദിച്ചാൽ മനസ്സിലാകും. 5 കാര്യങ്ങൾ നമ്മൾ അറിയണമെന്നാണ്. ഒന്ന് ഖുർആൻ, മറ്റൊന്ന് ഹദീസ്, പിന്നൊന്ന് ഖിയാസ്, പിന്നൊന്ന് ഇജ്തിമാ, അതോടൊപ്പം തന്നെ പിന്നീട് ജിമാ അഥവാ ഇജ്തിമാ. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വേണ്ടത് ഏതാണ്? അത് ഇജ്തിഹാദാണ്. ഇജ്തിഹാദ് എന്ന് പറഞ്ഞ ഗവേഷണാത്മകമായി കാര്യങ്ങൾ കാണലാണ്. ആധുനിക തലമുറയിലെ കുട്ടികളെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന് കൃത്യമായി ഓരോ ആലിമിനും അത് നിർവഹിക്കുന്നവർക്ക് അറിയണം. നമ്മളിന്ന് മുതഅല്ലിമാണ്, ഞാൻ എന്നൊരു വിദ്യാർത്ഥിയാകാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആലിമീങ്ങളായ ആളുകൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർക്ക് അത് അറിയും. അതേപോലെ നമുക്കും അറിയണം എങ്ങനെയാണ് പുതിയ തലമുറയെ കൈകാര്യം ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ, ആ മൊബൈലിൽ വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ, ഇപ്പൊ എൻ്റെ ഈ മൊബൈലിൽ ഏകദേശം 5ഓളം തഫ്സീറുകളുണ്ട്, 5 തഫ്സീറുകളുണ്ട്. അപ്പോൾ ഈ തഫ്സീറുകളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തതാണ്. ഇതിന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ തഫ്സീറുണ്ട്, ജലാലൈനി തഫ്സീറുണ്ട്, അതേമാതിരി തന്നെ മാർമിയുടെ പിക്താളിൻ്റെ തഫ്സീറുണ്ട്, അല്ലാമ യൂസുഫ് അലിയുടേതുണ്ട്. അതേമാതിരി തന്നെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അവഗാഹതയോടുകൂടി പോയിട്ടുള്ള പ്രിയപ്പെട്ട അമാനി മൗലവിൻ്റെ തഫ്സീറുണ്ട്. അപ്പോൾ ഈ തഫ്സീറുകളൊക്കെ മാറി മാറി നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ ഈ തഫ്സീറുകൾ വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് സത്യത്തിൽ ബാത്റൂമിൽ പോവുക? ഈ മൊബൈലും കൊണ്ട് ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ പറ്റുമോ? അതൊരു ചർച്ചയാണ്. ഇത് നമുക്ക് ഖുർആനിൽ നോക്കിയാൽ കാണില്ല, ഇത് ഹദീസിൽ നോക്കിയാൽ കാണില്ല, ഇത് ഖിയാസിൽ നോക്കിയാൽ കാണില്ല, ഇത് ഇജ്തിമായിലും നോക്കിയാൽ കാണില്ല. അങ്ങനെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ കാണുന്നത് ഇജ്തിഹാദിലാണ്. എന്ന് വെച്ചാൽ ഗവേഷണാത്മകമായി നമ്മൾ നോക്കണം. അപ്പൊ ആധുനിക കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ എന്തു പറയുന്നു? ആ ഒരു ഇതിലൊന്നുമില്ലാത്ത ഈ ഒരു സാധനം പിന്നെ വരുന്നത് ഇജ്തിഹാദിൽ എന്ന് പറയുമ്പോൾ അവർ പറയുന്ന വാക്കിതാണ്. അഥവാ ഈ മൊബൈൽ വെച്ചുകൊണ്ട് ബാത്റൂമിൽ പോകാൻ പറ്റുമോ എന്നതിൻ്റെ വ്യാഖ്യാനം ഇതാണ്. നമ്മൾ ഹാഫിളീങ്ങളായ, ഇപ്പോൾ ഇതിൽ പല ആൾക്കാരും ഹാഫിളീങ്ങളായിരിക്കും ഇവിടെ സദസ്സിലിരിക്കുന്നുണ്ടാവും. ഖുർആൻ മനഃപ്പാടമാക്കിയ ആളുകൾ ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. അവരവിടെ ഇരുന്ന് ഓതാൻ പാടില്ല, അവരവിടെ ഇരുന്നിട്ട് എന്താക്കാൻ പാടില്ല? അതിനെ ചർവണം നടത്താൻ പാടില്ല, അതിലൊരു ആയത്ത് പോലും ഓർക്കാൻ പാടില്ല. അങ്ങനെയാണ് ബാത്റൂമിൽ പോകേണ്ടത്. ഇതേപോലെ മൊബൈലും കൊണ്ട് പോവുകയാണെങ്കിൽ അവിടെ വെച്ചത് നോക്കാൻ പാടില്ല, അവിടെ വെച്ച് റിംഗ് ടോൺ വരാൻ പാടില്ല, ഇതിൻ്റെ ഒന്ന് റിംഗ് ടോൺ വരാൻ പാടില്ല. ഇതാണ് അതിൻ്റെ യഥാർത്ഥ രൂപം. അതാണ് ഇജ്തിഹാദ്, ഗവേഷണാത്മകം എന്ന് പറയുന്നത്.
ഈ ഉദാഹരണത്തിന് കുടുംബത്തിലേക്ക് കയറി വരുമ്പോൾ നമ്മളെ കുട്ടികളെ ദീനിയാക്കി മാറ്റുമ്പോൾ നമ്മുടെ കുട്ടികൾ മെല്ലെ ദീനിൽ നിന്ന് പടിയിറങ്ങുന്നു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരെ കാർക്കശ്യത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല എങ്കിൽ തരളിമയുടെ ഭാഷയിൽ പറയണം. ഉദാഹരണത്തിന് ആബിദുകളെ ഇബാദത്ത് ചെയ്യുന്ന, എൻ്റെ അഭിപ്രായമല്ലേ പറഞ്ഞത്, വേൾഡ് ഉലമാക്കളുടെ അഭിപ്രായങ്ങൾ പറയുന്നു. ആബിദുകളായ അഥവാ നന്നായിട്ട് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ സത്യത്തിൽ അതേ രീതിയിൽ നിൽക്കുകയും ദാഴികളായ ആളുകൾ അവരെ കൈകാര്യം ചെയ്യുകയും ചെയ്യണമെന്നാണ്. അതാണ് ഉലമാക്കൾ ദാഴികളും ആബിദുകളും ആണെന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ എന്താ പറയുക, ഒരു തലം തലമുടിയെല്ലാം ഇങ്ങനെ ചീകി വെട്ടി മുടിയെല്ലാം എങ്ങനെയോ വളർത്തി പാൻ്റെല്ലാം ചവിട്ടി താഴ്ത്തി അവൻ്റെ ബാക്ക് സൈഡ് കാണുന്നത് പോലെ റുക്കൂ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ പാടില്ല എന്നാണ് ഫിഖ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഔറത്ത് കാണുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള രൂപമാകുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിൽക്കരുത് എന്നാണ് അതിൻ്റെ ഫിഖ് എന്ന് ഉദാഹരണം പറയാം. പക്ഷെ അങ്ങനെ ഒരു കുട്ടിയെ നമ്മൾ കണ്ടാൽ ദാഴി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദഅവത്ത് എന്നുള്ള അർത്ഥത്തിൽ, ഞാൻ തിരുത്താൻ വന്നതല്ല കേട്ടോ, ഉലമാക്കളുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞത് അതേപോലെ പറയുന്നു. അപ്പം എനിക്കൊരു അനുഭവമുണ്ട്. ഇപ്പം എനിക്കറിയാവുന്ന ഒരു പള്ളിയിൽ, കോട്ടക്കൽ പ്രദേശത്ത് ഒരു പള്ളിയിൽ ഒരിക്കൽ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഇതേപോലൊരു പയ്യൻ, ഞാനത് ഓർത്തിട്ടാണ് നിങ്ങളോട് പറയുന്നത്, ഒരു പയ്യൻ നിസ്കരിക്കാൻ കയറിയിട്ടുണ്ട്. അവൻ മുടിയൊക്കെ എങ്ങനെയാണ് സുജൂദ് ചെയ്യുന്നിടത്ത് അവൻ്റെ മുടിയേ ഉള്ളത്, കാരണം ഇങ്ങനെ ആക്കിയിട്ട് അവൻ മുടിയൊക്കെ ഇതാക്കിയിട്ടാണ് സുജൂദ് തന്നെ ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന രൂപത്തിലൊക്കെയാണ് അവൻ്റെ പാൻറ്റും ബാക്ക് സൈഡും എല്ലാം ഉള്ളത്. സുജൂദ് പോകുമ്പോഴൊക്കെ ചിലപ്പോൾ പിന്നെ അങ്ങനെ എന്താ പറയുക, ഔറത്തുകളൊക്കെ വെളിവാകുന്ന രീതിയിലാണ് സുജൂദൊക്കെ ഉള്ളത്. വേണമെങ്കിൽ എനിക്ക് ഫിഖ് ആലോചിച്ച് അല്ലെങ്കിൽ അതിൻ്റെ നിയമപരമായി അതിൽ നിന്ന് മാറി നിൽക്കാൻ ഒറ്റയ്ക്ക് നിസ്കരിക്കാം. കാരണം ജമാഅത്ത് കഴിഞ്ഞിട്ട് ഞാൻ യാത്രയിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് കയറിയതാണ്, അപ്പോഴാണ് ഇവ നിസ്കരിക്കുന്നത് കാണുന്നത്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ യുക്തി പ്രകാരം ഞാൻ അവനെ തോണ്ടി, ബാക്കിൽ നിന്ന് തോണ്ടി നിസ്കരിക്കുക എന്നാണ് ഷാഫി മദ്ഹബ് പ്രകാരം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ പിന്തുടർന്നു. 2 റക്അത്ത് കഴിഞ്ഞപ്പോഴേക്ക് അവൻ്റെ നിസ്കാരം കഴിഞ്ഞു, ബാക്കി 2 ഞാൻ തുടർന്നു. കാരണം എനിക്ക് 4 നിസ്കരിക്കണം, അവൻ 2 കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പയ്യൻ എന്നെ കാത്തു നിൽക്കാൻ, എന്നിട്ട് എന്നോട് ചോദിച്ചത്, ഞാൻ വിചാരിച്ചു അവനൊക്കെ പോയിട്ടുണ്ടാവും, ഇമാം എണീറ്റ് പോയി. എൻ്റെ നിസ്കാരം കഴിഞ്ഞപ്പോൾ 4 റക്അത്ത് പൂർത്തിയാക്കി പുറത്തിറങ്ങിയപ്പോൾ ഈ പയ്യൻ എന്നെ കാത്തു നിൽക്കുകയാണ്, ഈ കുട്ടി, അവനൊരു വിദ്യാർത്ഥിയാണ്. എന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ പിന്നിൽ നിന്ന് നിസ്കരിച്ചോ? ഞാൻ പറഞ്ഞു, ഞാനൊരു വിചിത്ര ജീവിയൊന്നുമില്ല, ഞാനൊരു സാധാരണ ആളാണ്, എന്താ നിൻ്റെ പിന്നിൽ നിസ്കരിച്ചാൽ? അവനല്ല, എൻ്റെ പിന്നിൽ ആരും നിസ്കരിക്കാറില്ല, ഞാനത് എപ്പോഴും നിസ്കരിക്കുന്ന ആളൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ, ഞാൻ നിൻ്റെ പിന്നിൽ നിസ്കരിക്കുന്നു. അങ്ങനെ അവന് കണ്ണലൊക്കെ വെള്ളം നിറച്ച് അങ്ങനെ അവൻ പോയി. പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ വരലായി. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ആ പള്ളിയിൽ എപ്പോഴും വരുന്ന ഒരാളാണിവൻ. വേണമെങ്കിൽ എനിക്കൊരു നിയമപ്രകാരം എന്ത് ചെയ്യാമായിരുന്നു, അവൻ്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കാതെ എനിക്ക് ഒറ്റയ്ക്ക് നിസ്കരിക്കാമായിരുന്നു. പക്ഷേ ഇങ്ങനൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകുമ്പോൾ ആ കുട്ടി ഭാവിയിലെങ്കിലും മാറട്ടെ എന്നതാണ്. നമ്മൾ ചിലപ്പോൾ എന്തായിരിക്കും, ഇവിടെയുള്ള ആലിമ്യങ്ങളായിരിക്കാം, മുത്താലിമ്യങ്ങളായിരിക്കാം, വീട്ടിൽ നമ്മൾ തന്നെ ഇമാമത്ത് നിൽക്കുക എന്നതിൽ നിന്ന് മാറി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മക്കളെ ഇമാമത്ത് നിർത്തണം. അതെന്തിനാണെന്നറിയോ? അവരെക്കാൾ കൂടുതൽ അറിവ് ചിലപ്പം പിതാവിനൊക്കെ ഉണ്ടാവും. പക്ഷെ മക്കളെ നിർത്തുന്നത് ഞാനും ഒരു ഉത്തരവാദിയാണെന്ന് അവനെ പഠിപ്പിക്കാനാണ്, ഞാനും ഒരു റെസ്പോൺസിബിലിറ്റിയുള്ള ആളാണെന്ന് പഠിപ്പിക്കാനാണ്. അതുകൊണ്ടാണ് മക്കളെ ഇമാമത്ത് നിർത്തണമെന്ന് പറയുന്നത്. അപ്പം അവൻ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന പിതാവ്, നാട്ടുകാരാദരിക്കുന്ന പിതാവ്, സമൂഹം ബഹുമാനിക്കുന്ന പിതാവ് താനെന്ന ചെറിയ പയ്യൻ്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ തോന്നണം, ഞാനെന്ന മകനെ എൻ്റെ പിതാവ് വളർത്തിക്കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ഉത്തരവാദിത്വത്തോടു കൂടി വളർത്താൻ പറ്റണം നമുക്ക്. അതുകൊണ്ടാണ് പുതിയ കാലഘട്ടത്തിലെ സമൂഹത്തിന് അങ്ങനെ വിലയിരുത്താൻ നമുക്ക് പറ്റണം എന്ന് പറയുന്നത്. കാർക്കശ്യത്തിൻ്റെ ഭാഷ മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മുടെ കുട്ടികളെ നമ്മൾ അകറ്റി നിർത്തരുത്. അവരെ കൂടെ കൂട്ടിയിട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ കുടുംബമായി തീരുക. പുതിയ തലമുറ പല രീതിയിലുമാകാം. ഉദാഹരണത്തിന് അവർ കളിയുടെ, പണ്ടൊക്കെ മലബാറിൽ ഉണ്ടായിരുന്നുള്ള വേൾഡ് കപ്പൊക്കെ വന്നപ്പോൾ ആകെ തിമർത്താടൽ, ഇപ്പം അതൊക്കെ ഇങ്ങോട്ടും വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അവരുടെ മനസ്സിൽ ചിലപ്പോൾ റൊണാൾഡോ ഉണ്ടാകാം, അവരുടെ മനസ്സിൽ ചിലപ്പോൾ നെയ്മർ ഉണ്ടാകാം, അവരുടെ മനസ്സിൽ ചിലപ്പോൾ എംബാപ്പ ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ കുട്ടികൾ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആരെ പറയാം, ബാക്കി മെസ്സി ഉണ്ടാകാം, പലരും ഉണ്ടാകാം. അപ്പൊ അതിന് നമ്മൾ അങ്ങനെ അടച്ചാക്ഷേപിക്കാതെ ആ പ്രായത്തിൽ അതൊക്കെ ഉണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ. ഞാൻ എൻ്റെ അഭിപ്രായം പറയാണ്, ആ പ്രായത്തിൽ അതുണ്ടാകാം. ഞങ്ങളും അതിലൂടെയൊക്കെ കടന്നു വന്നവർ തന്നെയാണ്. ചെറുപ്പ കാലഘട്ടത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടാകാം. ആ ഫുട്ബോൾ കളിയുടെ സമയത്ത് നമുക്ക് ഭയങ്കര ത്രില്ലാണ്. ആ സമയത്താണ് കുട്ടികളും ഇങ്ങനെയൊക്കെ ആകുന്നത്.
അതുകൊണ്ട് ഈ കുട്ടികൾ ഇങ്ങനെയൊക്കെ ആകാം, പക്ഷെ അവരെ മെല്ലെ മെല്ലെ ട്യൂൺ ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്ത്, ആദ്യം ട്യൂൺ ചെയ്യണം, പിന്നെ ഫൈൻ ട്യൂൺ ചെയ്യണം, എന്നിട്ട് അവരെ മാറ്റിമറിക്കണം. ഞാനൊരു ഉദാഹരണം പറയാണ്, അല്ലാതെ വേറൊന്നും വിചാരിക്കരുത് നിങ്ങൾ. അപ്പം പുതിയ തലമുറയിലെ കുട്ടികളെ അങ്ങോട്ട് മനസ്സിലാക്കുകയും ഇങ്ങോട്ട് അവർ നമ്മെ മനസ്സിലാക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാകണം. ഇന്ന് കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഞാൻ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി വന്നതല്ല, പരിഹാരത്തിലേക്ക് പോകുന്നതായിരിക്കും നന്നാവുക. കാരണം മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് നമ്മുടെ മക്കൾക്കൊരു പക്ഷേ വേണ്ട രീതിയിൽ അറിവില്ലായിരിക്കാം, അല്ലെങ്കിൽ അറിവുണ്ടായിട്ടും അവർ ചെയ്യുന്നില്ലായിരിക്കാം. അപ്പം നമ്മളിലേക്ക് അടുക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മളിലേക്ക് അടുപ്പിക്കാൻ നമ്മൾ സ്നേഹപൂർവ്വം അവരോട് പെരുമാറണം. ഉദാഹരണത്തിന്, കാഴ്ചപ്പാടുള്ള വ്യക്തികളായി നമ്മൾ പിതാക്കന്മാർ മാറുക എന്നതാണ്. എന്താ കാഴ്ചപ്പാട്? ഇപ്പം നമ്മുടെ മക്കൾ ഇതാ ബാക്കിലൊക്കെ ഇരിക്കുന്ന ഒരുപാട് കുട്ടികളെ നമ്മൾ കണ്ടു. അവർ 16, 17, 18 ഒക്കെ വയസ്സുള്ളവരാണ്. അവർ നെക്സ്റ്റ് 10 ഇയേഴ്സിലേക്ക് എവിടെ വരെ എത്തണമെന്ന കൃത്യമായൊരു ബോധം. എന്താ 10 വർഷത്തിൻ്റെ കണക്ക്? 10 വർഷം ഡിസൈൻ ചെയ്താൽ ബാക്കി പിന്നെ അങ്ങനെ ആകും. ലോകത്തിൽ ജീവിച്ചിരുന്ന വലിയൊരു മഹാപണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. സക്കരിയ മൗലാന എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഉത്തരേന്ത്യ കണ്ട ഏറ്റവും വലിയ ആലിമായിരുന്നു അദ്ദേഹം. ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, അത്ഭുതകരമായ കുറേ ഗ്രന്ഥങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരിക്കലും 9 വയസ്സുവരെ കളിക്കാൻ മാത്രം അനുവദിച്ചു എന്നാണ് ചരിത്രം. 9 വയസ്സുവരെ പെരും കളി. അദ്ദേഹത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കി. 9 വയസ്സുവരെ കൃത്യമായി നന്നായിട്ട് കളിപ്പിച്ച്, നന്നായിട്ട് കൂടെ കൂട്ടി, നന്നായിട്ട് അവനെ ഉത്തേജിപ്പിച്ച് കൊണ്ടുപോയി. 9ാമത്തെ വയസ്സിലാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ ആരംഭിക്കുന്നത്. 2 വർഷത്തിൻ്റെ ഉള്ളിലാണ് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നൊരു ജൈത്രയാത്രയായിരുന്നു. അതിനു വേണ്ടിയിട്ട് പിതാവ് എല്ലാം ഒഴിവാക്കിയിട്ട് സ്വന്തം മകനെ നോക്കാൻ വേണ്ടി ഇരുന്നു എന്നാണ് ചരിത്രം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറേ ബിൽഡിങ്ങുകൾ ഉണ്ട് എന്നതല്ല ചരിത്രം. നമുക്ക് കുറേ പറമ്പുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുറേ സംഖ്യകളുണ്ട്, കുറേ സമ്പത്തുണ്ട്. ഇതല്ല നമുക്ക് വേണ്ടത്. പകരം നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തലാണ്. ആ വളർത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾക്കൊരു കാഴ്ചപ്പാടുണ്ടാകലാണ്. ആ കാഴ്ചപ്പാട് നമ്മളായിട്ട് കൊളുത്തി വെച്ച് കൊടുക്കലാണ്. പ്രിയപ്പെട്ട മക്കൾക്കും തോന്നേണ്ടത് എന്താണ്? ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളോട് നമുക്ക് ചിലപ്പം തോന്നും, എന്തിനാണ് എൻ്റെ മാതാവ് അല്ലെങ്കിൽ എൻ്റെ പിതാവ് ഇങ്ങനെ എന്നെ ഡിഫൈൻ ചെയ്യുന്നത്, എന്നെ ഡിസൈൻ ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നും. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് ദീനിയായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്? ഈ ദീനീപരമായ കാര്യങ്ങൾ കുറേ കാലങ്ങളായി നമ്മൾ കേൾക്കുന്നതല്ലേ, നമ്മളിപ്പോൾ കുറച്ച് രസത്തിലും കുറച്ച് പഠനത്തിലും കുറച്ച് അങ്ങനെ ആയിട്ട് പോകട്ടെ എന്നതാണ്. പക്ഷേ ഈ ലോകത്തിൽ 3 രീതിയിലാണ് ലോകരാജ്യങ്ങൾ ഉള്ളത്. നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ചില സ്ഥലങ്ങളിൽ വാല്യൂസ് ഉണ്ടായിട്ട് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ, ചില സ്ഥലത്ത് അത് വളരെ നഷ്ടപ്പെട്ടിട്ട് വീണ്ടും അതിൻ്റെ അധപ്പതനത്തിൻ്റെ അങ്ങേ തലയിലേക്ക് എത്തിയ രാജ്യങ്ങൾ, ആ രാജ്യം പിന്നെ തിരിച്ചു വന്നുകൊണ്ട് വീണ്ടും വാല്യൂസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ. ഇങ്ങനെ 3 രാജ്യങ്ങളെയാണ് നമുക്ക് ലോകത്തിൽ കാണാൻ പറ്റുക. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കോട്ടയത്തും നമ്മുടെ മലപ്പുറത്തും നമ്മളൊക്കെ ഈ ചർച്ച ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. ഇതിപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാർ ധാരാളമായി നിലകൊള്ളുന്ന ഒരു പ്രദേശം കൂടിയാണ്, ഒരു ജില്ല കൂടിയാണ്. നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഇവിടെയൊക്കെ കുറേ US-ലൊക്കെ ഉള്ള ആൾക്കാർ പോയി വന്നവരൊക്കെ ഉണ്ടാകാം. അവിടെയൊക്കെ പള്ളിയില്ലാത്ത സ്ഥലത്ത്, മുസ്ലിമീങ്ങൾക്ക് ജുമാ കൂടാൻ പള്ളിയില്ലാത്ത സ്ഥലത്ത് അവരുടെ പള്ളി ഒഴിവാക്കി തന്നിട്ട് വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി നമുക്ക് വിട്ടുതരുന്ന സ്ഥലമാണ്. അവിടെയൊന്നും പ്രശ്നങ്ങൾ നമ്മൾ അങ്ങനെ കാണുന്നില്ല. UK-യിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ 100 കണക്കിന് പള്ളികളാണ് ക്രിസ്ത്യൻ സഹോദരന്മാർ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലായിടത്തും ഒരു സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെ ലോകരാജ്യങ്ങളിൽ നമ്മൾ എത്തുന്ന സമയത്ത് എല്ലാവരും വാല്യൂസിലേക്ക് മടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. US-നെ കുറിച്ച് നമ്മുടെ ഒരു ചർച്ച എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും ചിലപ്പോൾ ദീൻ ഉണ്ടാകില്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെയൊക്കെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ വരിയിൽ മുഴുവൻ ഹാഫിലിങ്ങളെ നമുക്ക് കാണാൻ പറ്റും. US-ലെ കഥയാണ് ഞാൻ പറയുന്നത്, സൗദി അറേബ്യയിലെ കഥയല്ല. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയല്ല, പോയവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ലോകം മുഴുവനും വാല്യൂസിലേക്ക് മടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ നമ്മൾ എന്തിനാ അതിനെ ഇല്ലാതെയാക്കണം? നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ 2 ശത്രുക്കൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മളെ വഴിതിരിച്ചു വിടുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ഡ്രഗ്സും, മറ്റൊന്ന് നിയോ ലിബറലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ ലിബറലിസം ചർച്ച ചെയ്ത് മോശമായി നമ്മുടെ പ്രകൃതത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ പോലും അറിയാതെ. രണ്ടാമത്തത് ഡ്രഗ്സ് ആണ്. നമ്മുടെ കുട്ടികൾ അറിയാതെ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുടുംബത്തിൻ്റെ സംവിധാനത്തിലേക്ക് വരുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ.
ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ അത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ നെഗറ്റീവ് പറയല്ല, അതിനെക്കുറിച്ച് അത്ര വിശദീകരിച്ച് പറയുന്നില്ല. കാരണം ആകെ ചിലപ്പോൾ ഒരു പ്രദേശത്ത് 1-2 ആൾക്കാർ ഉപയോഗിക്കുന്നവരുണ്ടാകും. അവർക്ക് വേണ്ടി സംസാരിച്ചിട്ട് ബാക്കി 98% എന്താക്കണ്ട, വെറുതെ നമ്മൾ മോശമാക്കേണ്ട കാര്യമില്ല. ആരും അങ്ങനെ ഉപയോഗിക്കുന്നില്ല. പക്ഷെ കേരളത്തിൽ ഇപ്പം അതിങ്ങനെ ഗ്രസിച്ചുകൊണ്ടിരിക്കാൻ ഒരു കാരണമുണ്ട്. അതെന്താണ് എന്ന് വെച്ചാൽ കൃത്യമായി ദിശാബോധമില്ലാത്ത ഒരു സഞ്ചാരമാണ് ഇന്ന് കുട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ, പഴയ കാലഘട്ടത്തിലൊക്കെ ഒരു പറമ്പ് വാങ്ങണം, അതിലൊരു വീട് വെക്കണം, എനിക്ക് നല്ല ജോലി കിട്ടണം എന്നൊക്കെ ഒരു സാധ്യത പഠനങ്ങളും അതിനനുസരിച്ച് സഞ്ചാരം ഉണ്ടായിരുന്നു. പക്ഷെ ആധുനിക തലമുറയിലെ കുട്ടികൾക്ക് അടിച്ചു പൊളിച്ച് കഴിയണമെന്നതല്ലാതെ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമൊന്നുമില്ല. ഇപ്പോൾ എല്ലാറ്റിലും A+ കിട്ടി, എല്ലാറ്റിലും A1 കിട്ടിയിട്ട് മെഡിക്കൽ ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ലക്ഷ്യമില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് പഠനത്തിലൂടെ മനസ്സിലാകുന്നത്. എഞ്ചിനീയറിംഗ് ക്യാമ്പസിലേക്ക് പോയാലും A+ കിട്ടി, A1 കിട്ടി, ഇതൊക്കെ കിട്ടിയിട്ടേ കുട്ടികൾ അവിടെ എത്തുന്നത്. പക്ഷെ അത്ര സ്ട്രിക്റ്റായി പഠിച്ച ഇന്നും ഗൾഫിൽ നിന്നൊരു സഹോദരി എന്നെ വിളിച്ചിട്ട്, ഫോണിൽ അവരുടെ വോയിസ് ഉണ്ട്, വോയിസുകൾ കേൾപ്പിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ്, അവർ വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, ഇവിടെ ഗൾഫിൽ പഠിക്കുമ്പോൾ +2 വരെ എൻ്റെ മോൻ ഗൾഫിലാണ് പഠിച്ചത്. ഇവിടെ പഠിക്കുന്ന സമയത്ത് അവൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു പോയിരുന്നത്, കൃത്യമായി പള്ളിയിൽ പോയിരുന്നു, കൃത്യമായി ഞങ്ങൾ അനുസരിച്ചിരുന്നു. ഇപ്പം അവൻ ഇന്ന എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ചേർന്നിട്ടുള്ളത്. അവൻ എന്ത് പഠിക്കാൻ വേണ്ടി? നീറ്റ് പഠിക്കാൻ വേണ്ടി. ഇപ്പം ഗ്യാങ്ങിൻ്റെ കൂടെ കൂടി, കുട്ടികളുടെ കൂടെ കൂടി അവൻ്റെ ജീവിതം അവൻ തുലച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി എല്ലാറ്റിലും A1 വാങ്ങിയ കുട്ടിയാണ്. CBSE സിലബസ് പ്രകാരം എല്ലാ സബ്ജക്റ്റിലും A1 വാങ്ങിയ അവൻ്റെ നാട്ടുകാരും അതേപോലെ അവിടുത്തെ പ്രദേശത്തുകാരും ആദരിച്ച കുട്ടിയാണ്. ആ കുട്ടി ഇന്ന എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം. അത് അവരുടെ പ്രശ്നമല്ല. അവൻ അവിടെ എത്തുന്നു, കുറേ ഗ്യാങ് ഉണ്ടാകുന്നു. ആ ഗ്യാങ്ങിൻ്റെ കൂടെ ഇതേപോലെ തന്നെ മോശമായ രീതിയിലേക്ക് അവൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, പഠിക്കുന്ന കുട്ടികൾ വരെ ലക്ഷ്യസ്ഥാനം വിട്ടിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം താൽക്കാലികമായൊരു രീതി മാത്രമാണ് അവർ പരിഗണിക്കുന്നത്, താൽക്കാലികമായൊരു സഞ്ചാരം മാത്രമാണ് അവർ കാണുന്നത്. അഥവാ ഓതന്റിക് ഹാപ്പിനെസ്സിൽ നിന്നും അവർ പോയിക്കൊണ്ടിരിക്കുന്നത് സിന്തറ്റിക് ഹാപ്പിനെസ്സിലേക്കാണ്. എന്താ സിന്തറ്റിക് ഹാപ്പിനെസ്? തൽക്കാലം നമുക്ക് കിട്ടുന്ന വസ്തുക്കളെയാണ് സിന്തറ്റിക് എന്ന് പറയുക. ഉദാഹരണത്തിന്, നമുക്കൊരു വാച്ച് വാങ്ങണമെന്ന് വിചാരിച്ചു, വാച്ച് കിട്ടി. മൊബൈൽ വാങ്ങണമെന്ന് വിചാരിച്ചു, മൊബൈൽ കിട്ടി. ബൈക്ക് വാങ്ങണമെന്ന് വിചാരിച്ചു, ബൈക്ക് കിട്ടി. അതങ്ങനെ പോയി കാറ് വാങ്ങണമെന്ന് വിചാരിച്ചു, കാറ് കിട്ടി. കുറച്ച് കഴിഞ്ഞാൽ വലിയ വീട് വെക്കണമെന്നായി, വലിയ വീടായി. ഇതൊന്നും ഒരു മനുഷ്യനെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കില്ല. ഉദാഹരണത്തിന് 14 Pro Max എന്ന് പറയുന്നതായിരിക്കും ഇന്ന് ഇറങ്ങിയതിൽ ചിലപ്പോൾ ഏറ്റവും ടോപ്പ് എന്ന് വിചാരിക്കുക. അത് കിട്ടാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ 2 ആഴ്ച കൊണ്ട് അതിനോടുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷം, ഇതൊക്കെ പോവും. കാരണം സിന്തറ്റിക് ഹാപ്പിനെസ്സിന് അധികകാലം ദൈർഘ്യമില്ല. സിന്തറ്റിക് ഹാപ്പിനെസ്സിന് ഒരിക്കലും ഒരുപാട് കാലം നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു പുതിയ ബൈക്ക് വാങ്ങി എന്നതുകൊണ്ട് ആദ്യ ദിവസം മുതൽ 1 മാസം കഴിഞ്ഞാൽ പിന്നെ ആ ബൈക്കിനോട് നമുക്ക് ഇഷ്ടമില്ലാതെയാവും. കാരണം അതിലും നല്ല ബൈക്കും കൊണ്ട് നമ്മുടെ ഫ്രണ്ട്സ് നടക്കുന്നത് നമ്മൾ കാണും. നമ്മൾ നല്ലൊരു വീട് വെച്ചു എന്ന് വെക്കുക. ഇപ്പം ഇങ്ങോട്ട് വരുന്ന സമയത്ത് മാഷാ അല്ലാഹ് നല്ല കുന്നിൻ ചെരുവിലൊക്കെ നല്ല വീടുകൾ കണ്ടു. ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഇങ്ങനെ പറയുന്നു, എത്ര സുന്ദരമായ വീട് അവിടെയൊക്കെ വെച്ചിട്ടുള്ളതെന്ന്. എൻ്റെ കൂടെ വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട നമ്മുടെ മലപ്പുറം ജില്ലയിലെ ജോലൈൻ ജസ്റ്റിസിൽ പെട്ടിട്ടുള്ള ഒരു അംഗമാണ് അഡ്വക്കേറ്റ് ജാബിറാണ് വന്നിട്ടുള്ളത്. അതേമാതിരി തന്നെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന തലത്തിലുള്ള ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട തങ്ങൾ വന്നിട്ടുണ്ട്. അവരൊക്കെ എവിടെയൊക്കെ ഉണ്ട്. ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ട എൻ്റെ ഒരു സുഹൃത്താണ് ഹമീദ് പാറമേൽ, ഇവരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഞങ്ങളിങ്ങനെ വരുമ്പോൾ ഇതൊക്കെ പറയായിരുന്നു, ഇത്രയും നല്ല വീടുകളൊക്കെയാണ്. പക്ഷെ ആ വീടുകൾ പോലും നമ്മുടേതായി കഴിഞ്ഞാൽ 1 മാസമോ 2 മാസം കൊണ്ട് അതിനേക്കാൾ മനോഹരമായ, അതിനേക്കാൾ സുന്ദരമായ വീട് മറ്റൊരാൾ വെക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീടിനോടൊരു ചെറിയ വെറുപ്പ് തോന്നി തുടങ്ങും. ഇത് ഹ്യൂമൻ സൈക്കോളജിയാണ്. ഞാൻ വീട് വെക്കേണ്ടത് ഇങ്ങനെയായിരുന്നില്ല, വീട് വെക്കേണ്ടത് അങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നി തുടങ്ങും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഏത് വീട് വെച്ചാലും ആ വീടുകളൊക്കെ നമുക്ക് അധികം സന്തോഷം തരില്ല. കുറച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് വീറും വാശിയുള്ളവരാണെങ്കിൽ, അതിനുവേണ്ടി മത്സരിക്കുന്നവരാണെങ്കിൽ, തൊട്ടപ്പുറത്ത് വലിയൊരു വീട് നമ്മുടെ അയൽവാസി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് അത്രമാത്രം നമുക്ക് ഇഷ്ടപ്പെട്ടതാകണമെന്നില്ല. നമ്മളൊരു നല്ല കാറ് വാങ്ങണമെന്ന് വിചാരിച്ചു. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ബെൻസ് കാറോ മറ്റോ, ഒരു ഉദാഹരണം പറയാണ്, അത് വാങ്ങിച്ചു. പക്ഷേ അയൽവാസി അതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാളും സ്റ്റാൻഡേർഡ് കൂടി ഒരു കാറ് വാങ്ങിച്ചാൽ നമുക്ക് നമ്മുടെ കാറിനോടുള്ള ഇഷ്ടം പോയിക്കൊണ്ടിരിക്കും. കാരണം ഇതെല്ലാം സിന്തറ്റിക് ഹാപ്പിനെസ് ആണ്. സിന്തറ്റിക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി നമ്മളിലേക്ക് വന്നു ചേരുന്ന സന്തോഷത്തെയാണ് സിന്തറ്റിക് ഹാപ്പിനെസ് എന്ന് പറയുക. എന്നാൽ ഓതന്റിക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ കൃത്യമായുള്ള സന്തോഷം
ഏറ്റവും സുന്ദരമായ സന്തോഷം ഏതാണ്? അത് വസ്തുക്കൾ ലഭിക്കലിലൂടെയല്ല, നമ്മുടെ ആത്മാവിന്റെ സായുജ്യത്തിലൂടെയാണ്. ശരീരത്തിന്റെ പുഷ്ടിയേക്കാൾ നമുക്ക് ആത്മാവിനെ ശക്തിപ്പെടുമ്പോൾ ആത്മാവ് നമ്മളോട് വിളിച്ചു പറയുന്ന സന്തോഷങ്ങളുണ്ട്. അത് പൈസ ഉണ്ടാക്കുന്നതാകില്ല ഒരു പക്ഷേ സന്തോഷം. കിട്ടിയ പൈസ പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ സന്തോഷം. ഞാൻ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മളൊരു വീട് വെക്കാൻ വേണ്ടി 10 ലക്ഷം രൂപ സ്വരൂപിച്ചു വെച്ചു എന്ന് വെക്കുക. അങ്ങനെ അതിങ്ങനെ തയ്യാറാക്കി നമ്മുടെ വീടൊന്ന് വലുതാക്കണം, ഒരു റൂമും കൂടി കൂട്ടണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ സ്വന്തം ജ്യേഷ്ഠന് അസുഖം വന്നു എന്ന് കേൾക്കുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ജ്യേഷ്ഠന് പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ തലച്ചോറിന് നടത്തിക്കഴിഞ്ഞാൽ, സ്കള്ള് അടർത്തിയിട്ട് നടത്തിക്കഴിഞ്ഞാൽ അവൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അവന് വന്നിട്ടുള്ള ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്ന അസുഖത്തിനെ ഒന്ന് കഷ്ണിച്ച് അല്ലെങ്കിൽ അതിനൊന്ന് മാറ്റിയിട്ട് ആ സ്കള്ളൊന്നുകൂടി അതുപോലെ വെച്ച് കഴിഞ്ഞാൽ അവന് മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്ന് ഡോക്ടർ പറയുമ്പോൾ ആ ആൾക്ക് വേണ്ടിയിട്ട് ആ 5 ലക്ഷം രൂപ എടുത്തിട്ട് നമ്മളെ ഓപ്പറേഷന് വേണ്ടി ചെലവഴിച്ച് ആ സമയത്ത് നമുക്ക് നഷ്ടമാണ്. കണക്ക് കൂട്ടുമ്പോൾ നഷ്ടമാണ് 5 ലക്ഷം. പക്ഷേ ഏതാനും മാസങ്ങൾക്ക് ശേഷം തൻ്റെ സ്വന്തം 2 മക്കള് നമ്മളിങ്ങനെ പോവാണ് ആ വീട്ടിലേക്ക്. നമ്മുടെ മക്കളുടെ കയ്യും പിടിച്ചുകൊണ്ട് മൂത്തുപ്പയെ കാണാൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ, കൊച്ചാപ്പയോ മറ്റോ പറയല്ലോ, നിങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാൻ. അങ്ങനെ പോകുന്ന സമയത്താണ് ആ മനുഷ്യന്റെ 2 ചെറിയ മക്കള് അദ്ദേഹത്തിന്റെ അരികിൽ നിന്നിട്ട് കളിക്കുന്നു, ചിരിക്കുന്നു, അദ്ദേഹത്തിന് ഉമ്മ കൊടുക്കുന്നു. അസുഖം മാറി വന്ന മനുഷ്യന്റെ മുമ്പിൽ നിന്നിട്ട് ഈ കുഞ്ഞുങ്ങൾ കളിക്കുന്നത് കാണുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് നമ്മളത് കാണുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകും. ആ നിറച്ചിലിന്റെ പേരാണ് ഓതന്റിക് ഹാപ്പിനെസ്. അഥവാ വസ്തുക്കൾ നഷ്ടപ്പെടുമ്പോഴാണ് സത്യത്തിൽ ഓതന്റിക് ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക. രാവിലെ വരെ കിടന്നുറങ്ങുക എന്ന് പറയുന്നത് നമുക്ക് സിന്തറ്റിക് ഹാപ്പിനെസ് ആണ്. എന്ന് വെച്ചാൽ സുബഹി എല്ലാം ക്രോസ് ചെയ്ത് രാവിലെ 8 മണി വരെ കിടന്നിറങ്ങുക എന്ന് നമുക്ക് സിന്തറ്റിക് ഹാപ്പിനെസ് ആണ്. കാരണം 8 മണി വരെ കിടന്നിറങ്ങുമ്പോൾ ഒരു ചെറിയ സന്തോഷം നമുക്ക് കിട്ടുമായിരിക്കാം. പക്ഷെ അതിരാവിലെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് തഹജ്ജുദ് നിസ്കരിച്ച് കരയുമ്പോൾ സത്യത്തിൽ നമ്മുടെ ഉറക്കം അവിടെ നഷ്ടപ്പെടുന്നുവെങ്കിലും 1000 കോടി അനന്ത കോടി വർഷങ്ങൾക്കപ്പുറത്തേക്ക് സഞ്ചരിച്ചതുപോലെ നമുക്ക് തോന്നുകയും ഒരൊറ്റ കണ്ണീർ പൊഴിക്കലിലൂടെ അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്ന് കരയിലൂടെ ഈ കാണുന്ന ഉറക്കത്തെക്കാളും 1000 മടങ്ങ് സന്തോഷമാണ് നമുക്ക് കിട്ടുക എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ നഷ്ടപ്പെടുമ്പോഴായിരിക്കും നമുക്ക് സന്തോഷമുണ്ടാവുക. എല്ലാ ആരാധനകളും അങ്ങനെയാണ്. ഭക്ഷണം കഴിക്കുക നമുക്ക് സിന്തറ്റിക് ഹാപ്പിനെസ് ആണ്. പക്ഷെ നോമ്പ് വരുമ്പോൾ ആ നോമ്പ് വരുന്ന സമയത്ത് ആ ഭക്ഷണമെല്ലാം ഒഴിവാക്കി, പാനീയങ്ങളെല്ലാം ഒഴിവാക്കി, മോശപ്പെട്ട ചിന്തകൾ പോലും ഒഴിവാക്കി അങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അത് ഓതന്റിക് ഹാപ്പിനെസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എൻ്റെ അള്ളാഹുവോടുള്ള എൻ്റെ ബന്ധം, അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന ഓതന്റിക് ഹാപ്പിനെസ്സിലേക്ക് കാലാകാലം നിലനിൽക്കുന്ന സന്തോഷത്തെയാണ് ഓതന്റിക് ഹാപ്പിനെസ് എന്ന് പറയുക. താൽക്കാലികമായി ഉള്ളതിനെയാണ് നമ്മൾ എന്തു പറയുക, സിന്തറ്റിക് ഹാപ്പിനെസ് എന്ന് പറയുക. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഫുട്ബോൾ ഗ്രൗണ്ടിലാണെന്ന് വെക്കുക, കുട്ടികൾ ആ സമയത്ത് കളി അങ്ങനെ തിമിർത്ത് പോവാണ്. ഒരു സൺഡേ ദിവസമാണെന്ന് വെക്കുക, സ്കൂളില്ല, ട്യൂഷനില്ല, ഒന്നുമില്ല. വൈകുന്നേരം കളിക്കളത്തിൽ ഇറങ്ങി ആ സമയത്ത് ഓടി ഓടി നമ്മൾ തന്നെ 2-3 ഗോളുകളൊക്കെ അടിച്ചു. പക്ഷെ അതിനിടക്കാണ് അസർ ബാങ്ക് മുഴങ്ങുന്നത് അല്ലെങ്കിൽ മഗ്രിബ് ബാങ്ക് മുഴങ്ങുന്നത് എന്ന് വെക്കുക. ആ സമയത്ത് കളിക്കാരോട്, കൂട്ടുകാരോട് എന്നാ ശരി ഓക്കെ എന്ന് പറഞ്ഞ് 2 പേർക്കും കൈയൊക്കെ കൊടുത്ത് അവരുടെ ഒരു സ്റ്റൈലുണ്ട്. ഇങ്ങനെ ഒരു കൈ കൊടുക്കുക, ചിലപ്പോൾ അവർ കയ്യും കൂടി തല്ലലാണ്. എന്നാ ശരി ഓക്കെ, ബാങ്ക് വിളിച്ചു, ഇനി ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറയുന്ന കളിക്കാരനാകുമ്പോൾ, അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ പള്ളിയിൽ പോയി സുജൂദ് ചെയ്യുമ്പോൾ നേരത്തെ 6 ഗോൾ അടിച്ചാൽ അല്ലെങ്കിൽ 2 ഗോൾ അടിച്ചാൽ എന്ത് സന്തോഷമാണോ നിനക്കുണ്ടാവുക, അതിനേക്കാൾ 1000 മടങ്ങ് സന്തോഷമാണ് ആ കളിയിൽ നിന്ന് മുക്തമായി അള്ളാഹുവിന്റെ മുമ്പിൽ പോയി. അതിന്റെ അർത്ഥം കളിക്കണ്ടെന്നല്ല. ഇവിടെ ടറഫിൽ പോകുന്നവര്, ഒരു പക്ഷേ ഇവിടുത്തെ കഥയെല്ലാം പറഞ്ഞിട്ടോ, ടറഫിൽ പോകുന്നവര് ചിലപ്പോ പള്ളിയിലും പോകില്ല, പള്ളിയിൽ പോകുന്നവർ ടറഫിലും പോകില്ല എന്നുള്ളൊരവസ്ഥയാണ്. ഓസ്ട്രേലിയയിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണുന്നത് പള്ളിക്ക് ചുറ്റുവട്ടത്തും തന്നെ 7-8 ടറഫുകളൊക്കെ ഉണ്ട്. കാരണം അതാ ആധുനിക തലമുറയെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞത്. കളിക്കാൻ വരുന്ന കുട്ടികളൊക്കെ ബാങ്ക് കൊടുത്ത പള്ളിയിലുണ്ടാവും. പള്ളി കമ്മിറ്റി തന്നെ ഉണ്ടാക്കി കൊടുത്ത ടർഫുകളാണ്. കാരണം ആധുനിക തലമുറയ്ക്ക് വേണ്ടി സജ്ജീകരിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഇത്. കാരണം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അത് നല്ല രീതിയിൽ ഔറത്തൊക്കെ മറിച്ച് അസഭ്യം പറയാതെ നല്ല പോലെ കളിച്ചാൽ അത് നല്ലൊരു വ്യായാമമാണ്. 1 മണിക്കൂർ കളിക്കുന്നവൻ എന്തായാലും 5, 6, 10 കിലോമീറ്റർ ഓടുന്നതാണ്. ചുരുങ്ങിയതൊരു 6 കിലോമീറ്റർ എങ്കിലും അവൻ ആ 1 മണിക്കൂർ കൊണ്ട് ഓടുന്നുണ്ട്. 1 മണിക്കൂർ ഫുട്ബോൾ കളിക്കുന്നവർ 5 കിലോമീറ്റർ എങ്കിലും ഓടുന്നുണ്ട്.
കാരണം സാധാരണ 1 കിലോമീറ്റർ ഓടാൻ എടുക്കുക നല്ലൊരു ഓട്ടക്കാരൻ ഏകദേശം 6-7 മിനിറ്റാണ്. പോട്ടെ, ഒരു 10 മിനിറ്റ് എടുത്താലും 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കളിക്കുള്ളിൽ അവൻ 6-7 കിലോമീറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ ഓടുന്നുണ്ട്. മറ്റൊന്നത് ഷെയറിങ്ങിന്റെ കളിയാണ്. നമ്മളിങ്ങനെ എല്ലാം പിടിച്ചു വെക്കുമ്പോൾ എൻ്റെ പന്ത് എല്ലാവർക്കും ഷെയർ ചെയ്താലേ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റൂ എന്ന ഷെയറിങ് എന്ന് പറയുന്ന ക്വാളിറ്റി അവനിൽ ഉണ്ടാകുന്നു. മറ്റൊന്നൊരു മനുഷ്യന് കുറച്ചൊക്കെ ആളുകളോട് കമാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകണം. അങ്ങനെ ചെയ്യണട്ടോ, ഇങ്ങനെ ചെയ്യണട്ടോ. കമാൻഡിങ് പവറുള്ള ആളുകളായിരിക്കണം ലീഡേഴ്സ് എന്നാണ്. ഓരോ കളിക്കാരനും കമാൻഡിങ് പവറുള്ള ആളാണ്. അങ്ങോട്ടിട്ട് കൊടുക്കുക, ഇങ്ങോട്ടിട്ട് കൊടുക്കുന്നു. ഇവൻ ഒരു 1.5 മണിക്കൂർ കളിയുടെ ഇടക്ക് ഒരുപാട് കമാൻഡ്സ് അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവത്തിൻ്റെ ഒരു കളിയാണത്. ആ ഒരു അർത്ഥത്തിൽ നമുക്ക് അനുവദിക്കാം. പക്ഷേ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഓവറുകളുടെ എണ്ണം കൂടുമ്പോൾ, നമ്മുടെ ബാറ്റിൽ നിന്ന് ക്രിക്കറ്റ് പായുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സിക്സർ പായുമ്പോൾ, അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം നിസ്കാരമെല്ലാം ഒഴിവാക്കി വീട്ടിലേക്ക് മടങ്ങുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് അതിനിടക്ക് എല്ലാം കഴിഞ്ഞ് ബാങ്ക് കൊടുത്താൽ അല്ലെങ്കിൽ നിസ്കാരം അവസാനിക്കുന്നതിന് മുമ്പെയെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്തുക എന്ന നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാകുമ്പോഴാണ്. ഈ അടുത്ത കാലഘട്ടത്തിൽ യൂസുഫ് കർദാവി എന്ന് പറയുന്ന ലോകമാദരിക്കുന്ന ഒരു മഹാപണ്ഡിതൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ചില ആശയങ്ങളുടെ പേരിൽ ചിലപ്പോൾ പലർക്കും പല തർക്കങ്ങൾ ഉണ്ടാകാം. പക്ഷേ എന്നാലും ലോകത്തിലെ മഹാപണ്ഡിതനായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കങ്ങളില്ല. അദ്ദേഹം ഒരു ചിത്രം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ കുറിച്ചു വെച്ചിരുന്നു മരണത്തിന് മുമ്പ്. അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്. എന്തായിരുന്നു ആ ചിത്രം എന്നറിയോ? എന്ന് വെച്ചാൽ ഏകദേശം 50-60 നിലയുള്ള വലിയ ഒരു ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നേ ഉള്ളൂ. പക്ഷെ ദൂരേക്ക് തെറിച്ചു നിൽക്കുന്ന ക്രെയിൻ ഉണ്ട്. ആ ബിൽഡിങ്ങിലേക്ക് ഓരോ മെറ്റീരിയൽസും കയറ്റുന്ന ക്രെയിനാണത്. ആ ക്രെയിനിന്റെ തലപ്പത്ത് നിന്നിട്ട് ഒരു മനുഷ്യൻ നിസ്കരിക്കുകയാണ്. ചിത്രം നിങ്ങളും ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ വാർപ്പിന്റെ പണി നടക്കുന്നത് കൊണ്ട്, വാർക്കപ്പണി അങ്ങനെയല്ലേ നിങ്ങൾ പറയാം, വാർക്കപ്പണി നടക്കുന്നത് കൊണ്ട്, കോൺക്രീറ്റിന്റെ പണി നടക്കുന്നത് കൊണ്ട്, കീഴോട്ടിറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ആ കാണുന്ന ക്രെയിനിന്റെ, അതും ഈ ബിൽഡിങ്ങിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് ഇങ്ങനെ തെറിച്ചു നിൽക്കുന്ന ആ ക്രെയിനിന്റെ ദൂരെ പോയി അതിന്റെ അറ്റത്ത് നിന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ വീഡിയോ കാണിച്ചുകൊണ്ട്, അതിന്റെ ചിത്രം കാണിച്ചുകൊണ്ട് അദ്ദേഹം എഴുതി, ഹറമിൽ നിന്ന് നിസ്കരിക്കലാണ് എൻ്റെ അറിവിൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളതും ഏറ്റവും കൂടുതൽ അള്ളാഹുവിൽ കബൂലായതും അതോടൊപ്പം പ്രതിഫലം കിട്ടുന്നതും. പക്ഷേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ, ഇന്നത്തെ ദിവസം ഒരു പക്ഷേ ഇദ്ദേഹത്തിന് കൊടുക്കുക ഹറമിൽ നിൽക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലമായിരിക്കുമെന്നാണ്. ഇതിൽ നിന്ന് അർത്ഥം വെക്കേണ്ടത് എന്താണ്? ഏത് നിലക്ക് നമ്മൾ പോയാലും നിസ്കാരം എന്ന് പറയുന്നത് ഒഴിവാക്കാതെ പോകാൻ നമുക്ക് പറ്റണമെന്നതാണ്. അത് ഏതവസ്ഥയിലും. ഫ്ലൈറ്റിൽ പോകുന്നവരായിരിക്കും നമ്മളിൽ പല ആളുകളും. ഫ്ലൈറ്റിൽ പോകുമ്പോൾ രാവിലെ 4 മണിക്കാണ് ഫ്ലൈറ്റ് പൊങ്ങാനിരിക്കുന്നത്. രാവിലെ 4 മണി എന്ന് പറഞ്ഞാൽ സുബഹിയുടെ നേരല്ലേ, 5-5:30 മണിയൊക്കെ ആകുന്നുണ്ട്. 5:30 മണി വരേക്കും എന്ത് ചെയ്യുന്നു നമ്മൾ? ഫ്ലൈറ്റിൽ കയറിയ ഉടനെ കിടന്നുറങ്ങാണ്. 5:30 മണി, 6 മണി, 7 മണിയൊക്കെ ആയി. ദുബായിൽ പോയത് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ സുബഹി പോയിട്ടുണ്ടാകും. അങ്ങനെ 300-400 ആളുകൾ ഇരിക്കുന്ന ഫ്ലൈറ്റിൽ ആരും നിസ്കരിക്കാതെ പോകുമ്പോൾ, അങ്ങനെ പോകാറില്ല കേട്ടോ, പലരും നിസ്കരിക്കാറുണ്ട്, എന്നാലും ഞാനൊരു അഭിപ്രായം പറയാം. ആ സമയത്ത് നിങ്ങൾ വെള്ളം കൊണ്ട് ഒതു എടുക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് ഒതു ഇല്ലാന്ന് വിചാരിച്ചോ. നിങ്ങളുടെ ഫത്വ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടെ. ഞാൻ ഷാഫി മസലക്കിലെ കാര്യം പറയുന്നു, ഹനഫി മസലക്കിൽ എങ്ങനെയെന്ന് ഇവർ പറഞ്ഞു തരും. ഇവിടെ ഹനഫിയാണോ ഷാഫിയാണോ? രണ്ടും ഉണ്ടോ? ഹനഫിയാണ്. തയമ്മം ചെയ്യാൻ മണ്ണില്ല എങ്കിൽ നമ്മൾ സീറ്റിലടിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇത് ചെയ്യണമെന്ന്. സീറ്റിലടിക്കുക, എന്നിട്ട് മുഖം തടവുക, സീറ്റിലടിക്കുക, കൈ തടകുക, എന്നിട്ട് അവിടെ ഇരുന്ന് നിസ്കരിക്കണം എന്നാണ്. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, മേഘക്കീറുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഉയരങ്ങളിലേക്ക് പൊങ്ങി ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് ആകാശത്തിന് മുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിൽ 350 ആളുകളും നിസ്കരിക്കാതെ ഇരിക്കുമ്പോ, ആ സമയത്ത് നമ്മൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അവിടെ നിന്ന് കൈകെട്ടിയിട്ട് നിസ്കരിക്കുമ്പോ, ആ സമയത്ത് അള്ളാഹ്ക്ക് എന്തൊരു ഇഷ്ടായിരിക്കും. ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന വിമാനത്തില് എൻ്റെ ഒരു അടിമയെങ്കിലും ഉണ്ടല്ലോ, എന്നെ ഓർക്കുന്നവൻ എന്ന ചിന്തയുണ്ടാകും ജഗനിയന്താവായ തമ്പുരാൻ. പള്ളിക്കകത്തല്ല നിസ്കാരം, എന്നാൽ ലക്ഷ്യസ്ഥാനത്തും എത്തിയിട്ടല്ല. ഇങ്ങനത്തെ ചാൻസുകൾ നമ്മൾ മുടക്കാൻ പാടില്ല. ഇത് നിസ്കരിക്കുന്നത് വായുമണ്ഡലം വിട്ടിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭൂപ്രദേശം വിട്ടിട്ടാണ്. വായുമണ്ഡലത്തിലേക്ക് കയറി ഈ ഫ്ലൈറ്റ് ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ അകത്ത് നിന്നോ ഇരുന്ന് നിസ്കരിക്കാൻ അനുവാദമുണ്ട് ഫിഖ്ഹിൽ. അതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കേണ്ടതാണ്. ഏതായിരുന്നാലും ആ ഒരു രീതിയിൽ നമ്മൾ നിസ്കരിച്ച് പൂർത്തിയാക്കുന്നത് കാണുമ്പോൾ അള്ളാഹുവിന് എന്തൊരു സന്തോഷം ഉണ്ടാകും. നമ്മുടെ കുട്ടികൾ ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളും അതിനൊരു വിഘ്നവും വരുത്താതെ മുന്നോട്ട് പോകണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല.
വമാ ഖദ്റുല്ലാഹ ഹഖ ഖദ്രിഹി വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതും ബിയമീനി. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയാണ്, അവർ കണക്കാക്കുന്ന രീതിയിൽ എന്നെ കണക്കാക്കിയിട്ടില്ല. വമാ ഖദ്റുല്ലാഹ ഹഖ ഖദ്രിഹി, അവർ കണക്കാക്കേണ്ടുന്നത് പോലെ അവരെന്നെ കണക്കാക്കിയിട്ടില്ല. നമ്മളൊക്കെ കുറിച്ചിട്ട് തന്നെ ഈ പറയുന്നത്, അവർ കണക്കാക്കേണ്ടുന്ന രീതിയിൽ എന്നെ കണക്കാക്കിയിട്ടില്ല. എന്നിട്ട് അല്ലാഹു പറയാണ്, എന്നിട്ട് അല്ലാഹു പറയുന്നു, വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ, ഖിയാമത്തിന്റെ ദിവസം ഭൂമിയെ മുഴുവനും ഞാൻ എൻ്റെ കൈവെള്ളയിൽ ഒതുക്കും. വസ്സമാവാതു മത്വിയാതും ബിയമീനി, അല്ലാഹുവിന്റെ വലത്തെ കരം, അത് ആധിപത്യത്തിന്റെ, സർവാധിപത്യത്തിന്റെ, സമഗ്രാധിപത്യത്തിന്റെ ഏതവസ്ഥയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ എന്റെ വലത്തെ കയ്യിലിട്ട് ആകാശങ്ങളെ മുഴുവനും ഞാൻ അമ്മാനമാടുമെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയാൻ. അതാണ് ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, നമ്മളെ സൃഷ്ടിച്ചവനും പരിപാലിക്കുന്നവനും നമുക്ക് സുന്ദരമായ രൂപം നൽകിയവനും അവനാണ് എന്ന ബോധം നമുക്കുണ്ടാകലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ പ്രധാനത്തോടു കൂടി നമ്മൾ പോകുമ്പോൾ എൻ്റെ അല്ലാഹു എല്ലാം ചെയ്യുന്നു എന്നതാണ്. വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാന പ്രകാരം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഈ വസിക്കുന്ന ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലിപ്പമാണ് സൂര്യനുള്ളത്. 13 ലക്ഷം ഇരട്ടി. മറ്റൊരു പുസ്തകത്തിൽ, ലേറ്റസ്റ്റ് ഗ്രന്ഥത്തിൽ 13.5 ലക്ഷം ഇരട്ടി. എന്നാൽ ഫിസിക്സിൽ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ദ സ്മോളസ്റ്റ് സ്റ്റാർ ഇൻ ദിസ് യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ നക്ഷത്രമാണ് സൂര്യൻ. ബാക്കിയെല്ലാം ഈ സൂര്യനേക്കാൾ വലുതാണ് നക്ഷത്രങ്ങൾ ഓരോന്നും. ഈ സൂര്യനേക്കാൾ വലിയ നക്ഷത്രം ഒരു ഗാലക്സിയിൽ തന്നെ അനന്തകോടി നിൽക്കുമ്പോ ലാഹൂത്ത് ജബറൂത്ത് മലകൂത്ത് അലമൂത്ത് ആലമുൽ അംർ ആലമുൽ മിസാൽ മലഉൽ അഅല സബ്അ സമാവാത്ത്, അതാണ് 7 ആകാശങ്ങൾ എന്ന് പറയുമ്പോൾ ഈ 7 ആകാശങ്ങളെയും ഒറ്റ കയ്യിലിട്ട് അമ്മാനമാടാൻ കഴിവുള്ളവന്റെ പേരാണ് അല്ലാഹ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ അല്ലാഹുവാണ് നമുക്ക് ഈ ആത്മാവ് തന്നതെന്ന് തിരിച്ചറിയണം. ഇന്നുവരെ ആത്മാവിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടില്ല. ആത്മാവ് എവിടെയാണ് ഉള്ളത് എന്ന് ഇന്റർപ്രറ്റ് ചെയ്തിട്ടില്ല. എല്ലാവരും പറയുന്നു ആത്മാവുണ്ടെന്ന്, നമ്മളും പറയുന്ന ആത്മാവുണ്ടെന്ന്. എന്നാൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്നതാണ് ആത്മാവെന്നും, കുറച്ചു കാലം ഇവിടെ നിന്ന് ഈ ഖബർസ്ഥാനിൽ നിന്നും ആത്മാവ് പുറപ്പെടുമെന്നും, അല്ലാഹു നമുക്ക് തന്ന ശരീരം തന്നെ ഒരു ഖബറാണെന്നും, ഈ ഖബറിനെ പൊട്ടിപ്പിളർത്തിക്കൊണ്ട് ആത്മാവ് അതിന്റെ ലോകത്തിലേക്ക് പോകുമെന്നും നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ആത്മാവ് അതിന്റെ ലോകത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ചൊല്ലലാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതൊക്കെ ഭാവിയിൽ നമുക്ക് വരാനുള്ളതാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോട്, അനുജത്തിമാരോട് പറയാം, എത്ര ആളുകൾ എന്തൊക്കെ അഭിപ്രായങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞു പോയി. എല്ലാവരും മരണപ്പെട്ടില്ലേ? ഒരു സയന്റിസ്റ്റ് കോശങ്ങളെല്ലാം മാറ്റിയിട്ട് ഇനിയും അനന്തകാലം എനിക്ക് ജീവിക്കണമെന്ന് പറഞ്ഞ് കോശങ്ങൾ പോലും ചേഞ്ച് ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ 62-ാമത്തെ വയസ്സിൽ മരിച്ചു. ഈ ലോകത്തിൽ ആർക്കെങ്കിലും നിലനിൽക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇത്രമാത്രം വ്യാപിച്ചിട്ടും ഇത്രമാത്രം ഉയർന്നു പോയിട്ടും